اللهم صل وسلم وبارك على رسولك سيدنا محمد الناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه وبارك العظيم اللهم صل على نبينا محمد سيدنا محمد الله وعلى اله وصحبه وبارك اللهم صل على سيدنا محمد آمين يا كريم يا الله يا كريم يا الله لا اله الا انت سبحانك من الظالمين اللهم ات انفسنا مولانا آمين وتؤمن امين اللهم آمين آمين والإكرام لا إله إلا أنت برحمتك نستغيث أصلح لنا سيدنا ولا إلى أنفسنا وطعيم لا كريم الناس ما نحن فيه وبعد النبي والكرام وأساتذة النظام وأئمة الإسلام وعبادك الصالحين وعلمائك القرآن كلهم رب بحفظك عن أسمائك الحسنى واسمك الأعظم والأكبر اللهم صل على سيدنا محمد اللهم على سيدنا محمد اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين امين برحمتك يا ارحم الراحمين صلى الله على سيدنا محمد وعلى اله وسلم سبحانك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. അവിടെ ക്ലിയർ ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നതൊക്കെ നല്ല റൂം കിട്ടുന്നുണ്ട്. നമുക്ക് ക്ലിയർ കിട്ടുന്നില്ല. ചോറുണ്ട് ഷോട്ടടിക്കില്ല അവനെ എന്തെല്ലോ بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آل كل وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ റബ്ബ് പൊരുത്തപ്പെട്ട ഒരമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ അത് പറയുന്നതിനും കേൾക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമെല്ലാം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത ശ്രേഷ്ഠതകളും ഫളായിലുകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ നാഫിയായ നിലക്ക് ഇത് തുടർന്നു കൊണ്ടുപോകാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. പരലോക വിജയത്തിൻ്റെ നിദാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയും നമ്മുടെ സഹയുകളെയും എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഷാഫിഈ ഫിഖ്ഹ് അൽ ഫിഖ്ഹു ഷാഫിഈ, ഈ പദം രണ്ട് കലിമത്തുകൾ ചേർന്നാണ് ഇപ്പോൾ ഉണ്ടായത്. അൽ ഫിഖ്ഹു ഷാഫിഈ,
ഷാഫിഈ ഫിഖ്. ഫിഖ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസുമാകുന്ന പ്രമാണങ്ങളിൽ നിന്നും ഗവേഷണത്തിന് യോഗ്യതയുള്ളവർ ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന അഹ്കാമുകൾ, ഇതിനാണിപ്പോൾ ഫിഖ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഫത്ഹുൽ മുഈനിൽ തന്നെ ഫിഖ്ഹിൻ്റെ നിർവചനം പഠിച്ചത് അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തി അൽ മുക്തസബു മിൻ അദില്ലത്തിഹാ അത്തഫ്സീലിയ്യ. തഫ്സീലിയായ അദില്ലത്തുകളിൽ നിന്നും ഗവേഷണം മുഖേന അതിന് കഴിയുന്ന പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കർമ്മപരമായ വിധികളെക്കുറിച്ചുള്ള അറിവ്, ഇതാണിപ്പം ഫിഖ്. അപ്പം നേരിട്ട് പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ ആളുകൾ കണ്ടെത്തുന്ന ആ ഇൽമിനെ ഈ അർത്ഥത്തിന് ഫിഖ് എന്ന് പറയും. അപ്പം നമ്മളൊന്നും കിതാബുകളിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും മനസ്സിലാക്കുന്ന കർമ്മവിധികളെ കുറിച്ച് ഈ നിർവചന പ്രകാരം എന്തെന്ന് പറയൂല, ഫിഖ് എന്ന് പറയൂല. എന്തുകൊണ്ട്? നമ്മൾ മനസ്സിലാക്കുന്ന ഹുക്കുമുകൾ അതെന്തിൽ നിന്നല്ല, പ്രമാണങ്ങളിൽ നിന്നല്ല. നമ്മൾ ഫത്വയിൽ നിന്നും തുഹ്ഫയിൽ നിന്നും ഉസ്താദുമാരുടെ വായിൽ നിന്നും ഒക്കെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എന്നാൽ ഫിഖ് എന്ന ആ പദം മുഖല്ലിദുകളാകുന്ന നമ്മളെപ്പോലെയുള്ളവരുടെ അറിവിനെ കുറിച്ചും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അന്നലക്കാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫിഖ്ഹിനെ നിർവചിച്ചത് അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തി അന്നാശിഅത്തി അനിൽ ഇജ്തിഹാദ് എന്നാണ്. റെക്കോർഡ് ചെയ്യപ്പെടുന്നു മനസ്സിലാക്കിയിട്ട് എഴുതാതിരിക്കാൻ നിൽക്കണ്ട. അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തി, വൃത്തിയായി ഈ പറയുമ്പോൾ തന്നെ എഴുതാൻ നിന്നാലേ നമ്മുടെ ക്ലാസ് അങ്ങനെ നീങ്ങില്ല. അപ്പോൾ ആവശ്യമുള്ളത് നോട്ട് ചെയ്തിട്ട് തുടക്കത്തിൽ തന്നെ മിൻഹാജ് ഒദിശയിൽ എല്ലാവർക്കും ഉണ്ടല്ലോ, ആ മിൻഹാജിൽ ആദ്യമായി ഫിഖ് ലിത്തഫഖുഹി ഫിദ്ദീൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് ഫിഖ്ഹിൻ്റെ നിർവചനം പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ നിർവചനം അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തി അന്നാശിഅത്തി അനിൽ ഇജ്തിഹാദ് എന്നാണ്. എന്താണ് അതിനർത്ഥം? അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യ, കർമ്മപരമായ ശർഇൽ നിന്നും പിടിച്ചെടുക്കപ്പെടുന്ന അഹ്കാമുകളെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് പ്രമാണങ്ങളിൽ നിന്നും ലഭിക്കണമെന്നില്ല. അന്നാശിഅത്തി അനിൽ ഇജ്തിഹാദ്, ഇജ്തിഹാദ് മുഖേന ഉണ്ടായിത്തീരുന്ന അഹ്കാമുകൾ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഹുക്കുമുകൾ നമ്മൾ ഇജ്തിഹാദിലൂടെ മനസ്സിലാക്കണമെന്നില്ല. ആ ഹുക്കുമുകൾ എന്തു മുഖേന മനസ്സിലാക്കപ്പെടുന്നതായാൽ മതി? ഗവേഷണം മുഖേന. അപ്പം നമ്മൾ ഫത്ഹുൽ മുഈനിൽ നിന്നും കുറേ അഹ്കാമുകൾ പഠിച്ചാൽ ആ അഹ്കാമുകളൊക്കെയും എന്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നതാണ്? ഗവേഷണം മുഖേന മനസ്സിലാക്കപ്പെടുന്നതാണ്. നാം മനസ്സിലാക്കിയത് എന്തു മുഖേനയല്ല. ആ നിർവചന പ്രകാരം ഗവേഷണത്തിലൂടെ ഉണ്ടായിത്തീരുന്ന അഹ്കാമുകളെ ഒന്നിരിക്കൽ ഗവേഷകൻ മനസ്സിലാക്കുക, അതല്ലെങ്കിൽ ആ ഗവേഷകനിൽ നിന്നും പിന്നീടുള്ളവർ മനസ്സിലാക്കുക. ഇതെല്ലാം ഈ നിർവചന പ്രകാരം എന്താണ്? ഫിഖ്ഹാണ്. എന്നാൽ ഇതേ നിർവചനം ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങൾ തൻ്റെ നിഹായയിൽ കൊടുത്തത് അൽ ഇൽമു ബിൽ അഹ്കാമിൽ ശർഇയ്യത്തിൽ അമലിയ്യത്തി അന്നാശിഉ അനിൽ ഇജ്തിഹാദ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നേരത്തേത് അന്നാശിഅത്തി അനിൽ ഇജ്തിഹാദ് എന്ന് അഹ്കാമിനെ സിഫത്തായി കൊണ്ടാണ്. അപ്പം ഗവേഷണം മുഖേന ഉണ്ടായിത്തീരുന്ന അഹ്കാമുകളെ ഏതു വിധേനയും മനസ്സിലാക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞതോ അന്നാശിഉ എന്നത് ആർക്കു സിഫത്ത്? ഇൽമിന് സിഫത്ത്. അപ്പം എന്തായി? അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യ,
കർമ്മപരമായ ശർഈയായ വിധികളെ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കൽ എങ്ങനെയാവണം? അന്നാശിഉ അനിൽ ഇജ്തിഹാദ്, ഇജ്തിഹാദ് മുഖേന ഉണ്ടായ ഇൽമാവണം. അപ്പം ആ നിഹായ പറഞ്ഞ ആ നിർവചനവും ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഫഖിഹിൽ പറഞ്ഞ ആ നിർവചനവും രണ്ടും ആരുടേതു മാത്രമേ പെടൂ? മുജ്തഹിദിൻ്റെ ഇൽമു മാത്രം പെടുന്ന നിർവചനമാണ്. എന്നാൽ മുഖല്ലിദിൻ്റെ ഇൽമിനെയും ഉൾപ്പെടുത്തുന്ന രൂപത്തിൽ ഫിഖ്ഹിന് പ്രയോഗമുണ്ട്. അത് മിൻഹാജിൽ തന്നെ നജസിൻ്റെ വിഷയം പറയുന്നിടത്ത് ഒരാൾ ഒരു വെള്ളം മുതനജിസാണ് എന്ന് പറഞ്ഞു. എന്നാൽ അതനുസരിച്ച് ആ വെള്ളം ഉപേക്ഷിക്കൽ നമുക്ക് നിർബന്ധമാണോ? ആ ഭാഗത്ത് മിൻഹാജിൻ്റെ വാചകം ഒന്നിരിക്കൽ അയാൾ ഔകാന ഫഖീഹൻ, അയാൾ ആരാണ്? ഫഖീഹ. അപ്പം വെള്ളം മുതനജിസാണെന്ന് നമ്മളോട് പറഞ്ഞ ആൾ ആരാണ്? ഒരു ഫഖീഹാണ്. ഇതാണ് മിൻഹാജിൻ്റെ വാചകം. ഫിഖ്ഹ് ഗവേഷണത്തിലൂടെ മനസ്സിലാക്കുന്ന ഇൽമാണെങ്കിൽ പ്രമാണങ്ങളിൽ നിന്നും ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന ആൾക്കേ എന്തെന്ന് പറയൂ? ഫഖീഹ് എന്ന് പറയും. അതാണ് അൽ മുജ്തഹിദു അൽ ഫഖീഹു എന്ന് പറയും. പക്ഷെ ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു എന്ന് പറഞ്ഞത് കാണാം, നമ്മളോട് വെള്ളം മുതനജിസാണെന്നത് ഒരു മുജ്തഹിദായ ആൾ പറഞ്ഞാൽ മാത്രമല്ല നമ്മൾ അംഗീകരിക്കേണ്ടത്. അവിടെ കൊടുത്തു കാണും ഐ ആരിഫൻ ബി അഹ്കാമിൽ മിയാഇ, വെള്ളത്തിൻ്റെ വിധികൾ അറിയുന്നയാൾ. അത്രയേ ഉള്ളൂ. വെള്ളം എപ്പോഴാണ് മുത്തനജിസാവല്, എപ്പോഴാണ് തഹൂറ്, എപ്പോഴാണ് ത്വാഹിറ് എന്നറിയുന്ന ആൾ എന്നേ എന്തിനർത്ഥമുള്ളൂ? ആ ഫഖീഹിനർത്ഥമുള്ളൂ. അയാൾ എന്തിൽ നിന്നും മനസ്സിലാക്കിയതാവാം? പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കിയതാവാം, അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത് എഴുതി വച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതുമാവാം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അവിടെ തന്നെ പറയുന്നുണ്ട്, ഈ അർത്ഥത്തിന് ഫിഖ്ഹ് എന്നത് ഉപയോഗിക്കുന്നതും ഫഖീഹ് എന്ന് ഉപയോഗിക്കുന്നതും വിരളമൊന്നുമല്ല, ഷാഇഉൻ, അത് വളരെ വിശാലമായി തന്നെ അങ്ങനെ ഉപയോഗമുണ്ട് എന്നും ഈ ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് ചോദ്യം? തുടക്കത്തിൽ തന്നെ കാണും ട്ടാ. അപ്പം ഇപ്പം എന്താ പറഞ്ഞേ? അൽ ഫിഖ്ഹു എന്ന് പറഞ്ഞാൽ അന്നേരം മുഖല്ലിദിൻ്റെ ഇൽമിനെ ഇപ്പം തൽക്കാലം അവിടെ മാറ്റിവെക്ക്. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്മാഇൽ നിന്നും ഖിയാസിൽ നിന്നും ഒരു മുജ്തഹിദ് ഗവേഷണം ചെയ്തു മനസ്സിലാക്കുന്ന ഇൽമാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്? ഫിഖ്ഹ് എന്ന് പറയും. അങ്ങനെയാണ് ഫിഖ്ഹ് എങ്കിൽ ഈ ഫിഖ്ഹ് നിരുപാധികം ഫിഖ്ഹ് എന്ന് പറഞ്ഞ് നിർത്തൂല. കാരണം ഈ ഫിഖ്ഹ് ഉണ്ടായിത്തീരാൻ ആര് വേണം? ഒരു മുജ്തഹിദ് വേണം. ആ മുജ്തഹിദ് ആരാണോ ആ മുജ്തഹിദിലേക്കു ചേർത്തി ആ ഫിഖ്ഹ് പ്രയോഗിക്കും. അപ്പം മുജ്തഹിദുകളായ ആളുകൾ എത്ര പേരുണ്ടാകുന്നോ അതിനനുസരിച്ച് ആ ആളിലേക്ക് അല്ലെങ്കിൽ ആ ആളുടെ അറിയിക്കുന്ന ഏതെങ്കിലും വാചകത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഏത് പ്രയോഗം വരും? ഫിഖ്ഹ് വരും. അങ്ങനെ വന്ന പ്രയോഗമാണ് ഇപ്പോൾ ഏത്? അൽ ഫിഖ്ഹു ഷാഫിഇയ്യു, ഷാഫിഈ ഫിഖ്ഹ്. അതുകൊണ്ട് ബേക്കിൽ ക്ലിയറായിട്ട് കേൾക്കുന്നില്ലേ? അവസാനം ഒന്ന് മനസ്സിലായിട്ടാണ് വെറുതെ. ക്ലിയർ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ പറയും. അപ്പം ആരാണോ ഗവേഷണം ചെയ്തു കണ്ടെത്തുന്നത് അയാളിലേക്ക് ചേർത്തി ഏത് പ്രയോഗം നടത്തും? അൽ ഫിഖ്ഹു ഷാഫിഇയ്യു. ഇവിടെ ഉദാഹരണത്തിന് അപ്പം ഷാഫിഈ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അന്നേരം എന്താവണം? മുജ്തഹിദാകുന്ന ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പ്രമാണങ്ങളിൽ നിന്നും കണ്ടെത്തിയ വിധികൾ, അതാണ് അന്നേരം എന്തെന്ന് പറയുന്നത്? ഷാഫിഈ ഫിഖ്ഹ്. ഈ പ്രമാണങ്ങളിൽ നിന്നും ഹുക്കുമുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞത് ഒരു ചെറിയ പണിയല്ല. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിർവചിച്ചത് ഒരു മനുഷ്യൻ അവൻ്റെ പരമാവധി കഴിവ് ആ വിഷയത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നാണ്. അപ്പോൾ ഗവേഷണത്തിൻ്റെ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ വിധികൾ നമ്മൾ ലളിതമായി ഒന്ന് നോട്ടാക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവും. 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം അത് മുത്തനജിസാകും മുലാഖാത്ത് കൊണ്ട്. എന്നാൽ 2 കൊല്ലത്തിൽ അധികമുള്ള വെള്ളമാണെങ്കിൽ മുലാഖാത്ത് കൊണ്ട് നജസാകൂല, തഗയ്യുറുണ്ടെങ്കിൽ അത് നജസാകൂ.
ഇതിപ്പോൾ ലളിതമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ മനസ്സിലാക്കാൻ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതങ്ങനെ മനസ്സിലാക്കി തരുന്ന ഒരു ഉസ്താദ് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി. ഇത് ഫിഖ്ഹാണോ? നേർക്കുനേരെ ആണോ? അല്ല. എന്തുകൊണ്ട്? അതിൻ്റെ പ്രമാണം അറിയോ? പ്രമാണങ്ങളിൽ നിന്നാണോ നമ്മൾ മനസ്സിലാക്കിയത്? ഒരിക്കലുമല്ല. പക്ഷെ അത് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നല്ല അധ്വാനം വേണം. എന്താണ് അധ്വാനം? ഇപ്പം ഹദീസിൽ ഇങ്ങനെ 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം അത് മുലാഖാത്ത് കൊണ്ട് നജസാവുന്ന ഇങ്ങനെ ഹദീസിൽ ഉണ്ടാവല. അല്ലെങ്കിൽ 2 കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളം തകയുണ്ടെങ്കിലേ നജസാവൂ എന്ന് പച്ചയായിട്ട് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കുന്നതിന് എന്തുകൊണ്ട് പറയില്ല? ഫിഖ് എന്ന് പറയില്ല. 5 വക്ത് നിസ്കാരം വുജൂബാണ് എന്നുള്ളത് ഫിഖ് അല്ല. എന്തുകൊണ്ട് ഫിഖ് അല്ല? അത് പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നതാണ്. പക്ഷേ പ്രമാണങ്ങളിൽ നിന്നും എങ്ങനെ മനസ്സിലാക്കേണ്ടതല്ല, ഗവേഷണം മുഖേന മനസ്സിലാക്കുന്നതല്ല. ഇപ്പം പകലാണ്, അതെനിക്കെങ്ങനെ മനസ്സിലായി? അത് ഞാൻ ഗവേഷണം ചെയ്തപ്പോൾ അങ്ങനെയാണ് ബോധ്യപ്പെട്ടത്. അങ്ങനെ പറയാനെങ്കിലോ ഗവേഷണം ചെയ്യേണ്ട വിഷയമാണ്. അപ്പം ഗവേഷണത്തിലൂടെ എല്ലാ അഹ്കാമുകളും ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതല്ല എന്നർത്ഥം. അപ്പം ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്ന അഹ്കാമുകൾ എന്ന് പറയുന്നത് ആ അഹ്കാമുകൾ അങ്ങനെ കണ്ടെത്താൻ നമ്മുടെ മുജ്തഹിദുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ മഹല്ലിങ്ങളൊന്ന് നോക്കോ. വെള്ളം 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം മുലാഖാത്ത് കൊണ്ട് മുത്തനജിസാകും. എന്താണ് അതിന് തെളിവ്? ഇമാം ഷാഫിഈ തങ്ങൾ അതിന് തെളിവായി കണ്ടത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിന് തെളിവാകാൻ പറ്റുന്ന ഒരു കാര്യം ആര് പറഞ്ഞിട്ടുണ്ട്? ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു മുജ്തഹിദല്ല. ബഹുമാനപ്പെട്ടവർ പ്രമാണങ്ങളിൽ നിന്നുമല്ല വിധികൾ കണ്ടെത്തിയത്. അപ്പോൾ പിന്നൊരു സംശയം, ലി ഹദീസി ലി ആയത്തി എന്നെല്ലാം മഹല്ലിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒരു വിഷയം പറയുമ്പോൾ ഇന്ന ഹദീസ് കാരണം എന്താണ് പറയുന്നതിനർത്ഥം? പ്രമാണങ്ങളിൽ നിന്നും ഹുക്കുമുകൾ കണ്ടെത്തുക എന്നതും കണ്ടെത്തിയ അഹ്കാമുകൾക്ക് തെളിവ് പറയുക എന്നതും രണ്ടും രണ്ടാണ്. ഇത് പ്രമാണങ്ങളിൽ നിന്നും ഗവേഷണത്തിലൂടെ ഹുക്കുമുകൾ കണ്ടെത്തുക, അതും അങ്ങനെ കണ്ടെത്തിയ ഹുക്കുമുകൾക്ക് പിന്നീട് വരുന്നവർ തെളിവ് പറയുക, ഇത് രണ്ടും രണ്ടാണ്. അതിന് സാങ്കേതികമായി നമ്മൾ ജംഇലെല്ലാം ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഖിലാഫി എന്നാ പറയാം. ആർക്ക്? ശാഫിഈ മദ്ഹബായിട്ട് സ്ഥിരപ്പെട്ട അഹ്കാമുകൾക്ക് തെളിവ് പറയുന്നു. ആര് തെളിവ് പറയുന്നു? മുജ്തഹിദല്ല, മുഖല്ലിദായ ആളുകൾ തെളിവ് പറയുന്നു. ഇതെന്തിനാണ് പറയുന്നത്? ഷാഫിഈ മദ്ഹബ് എന്ന പേരിൽ വന്ന ഹുക്കുമുകൾക്ക് എന്താണ് തെളിവ് എന്ന് എതിർകക്ഷികൾ ചോദിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തെളിവ് മനസ്സിലാക്കുന്ന ബാധ്യതയില്ല. എന്തുകൊണ്ട്? തഖ്ലീദ് എന്ന് പറഞ്ഞാൽ തന്നെ അഖ്ദു ഖൗലിൽ ഗൈരി, മറ്റൊരാളുടെ വാക്ക് സ്വീകരിക്കലാണ്. മിൻ ഗൈരി മഅരിഫത്തി ദലീലിഹി, എന്താണ് അയാളുടെ ദലീൽ എന്ന് നമുക്കറിയില്ല. അയാളുടെ ദലീൽ എന്താണെന്ന് നമുക്കറിയാതെ ഒരാളുടെ വാക്ക് സ്വീകരിക്കുന്നതിനാണ് എന്തെന്ന് പറയാം? തഖ്ലീദ്. അപ്പം ഇമാം ഷാഫിഈ തങ്ങൾ ഇതിനു പ്രമാണമായി കണ്ടത് എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് സത്യത്തിൽ അതെന്തായി മാറുന്നത്? തഖ്ലീദായി മാറുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ തൻ്റെ ശറഹുൽ മുഹദ്ദബിൽ സ്വീകരിച്ച ശൈലിയും ഈ ഹുക്കുമുകൾക്കൊക്കെയും എന്തു പറയുന്നു? തെളിവ് പറയും. ഇവരാരും ആരല്ല? മുജ്തഹിദല്ല. അവർ പറയുന്ന തെളിവുകളിൽ നിന്ന് ആണ് ഇമാം ഷാഫിഈ തങ്ങൾ ഹുക്കുമുകൾ കണ്ടെത്തിയത് എന്നും അതിനർത്ഥമില്ല. പിന്നെ എന്തേ ഉള്ളൂ? അങ്ങനെ കണ്ടെത്തിയ വിധികളുടെ തെളിവെന്ത് എന്ന് എതിരാളികൾ, പിന്നീട് വരുന്ന എതിരാളികൾ ചോദിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു തെളിവ് എന്ന നിലക്കാണ് ഇവർ അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സാങ്കേതികമായി ഉപയോഗിക്കുന്ന പദം തന്നെ എന്താ? ഖിലാഫി എന്ന്. അവർ പറയുന്ന തെളിവുകൾക്ക് സത്യത്തിൽ ദലീല് എന്നല്ല ജം ഉപയോഗിച്ചത്. എന്താ? മുസ്ബിത്ത് അല്ല, മുഖ്തദി നാഫി എന്നാണ്. അഥവാ അവർ പറഞ്ഞ ഒരു വിധിയെ തേടുന്ന മുഖ്തദി, അല്ലെങ്കിൽ അവർ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്നറിയിക്കുന്ന ഒരു ഹദീസ്, അതിന് നാഫി എന്ന് പറയും, അല്ലെങ്കിൽ എന്തെന്ന് പറയും? മുഖ്തദി എന്ന് പറയും. ഞാൻ റൂട്ട് പറയല്ല.
അപ്പം ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന വിധികൾ എന്ന് പറയുമ്പോൾ ഗവേഷണം എന്ന് പറഞ്ഞാൽ വളരെ പണിപ്പെട്ട ഒരു പണിയാണ്. അപ്പം ഇവിടെ 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം മുതനജിസാവും മുലാഖാത്തും ഉണ്ട് എന്നതിന് എന്താണ് മുഖ്തദിയായിട്ട് പറഞ്ഞത്? തൽക്കാലം തെളിവെന്ന് പറയാം. ഇദാ ബലഗൽ മാഉ കുല്ലത്തൈനി ലം യഹ്മിൽ അൽ ഖബസ. എന്താ അതിനർത്ഥം? ഇദാ ബലഗൽ മാഉ, വെള്ളം എത്തിയാൽ, അൽ കുല്ലത്തൈനി, 2 കുല്ലത്ത് വെള്ളം എത്തിയാൽ, ലം യഹ്മിൽ, ആ വെള്ളം ഏറ്റെടുക്കൂല, അൽ ഖബസ, നജസിനെ ഏറ്റെടുക്കൂല എന്നൊരു ഹദീസുണ്ട്. ഇതെന്തിനാ തെളിവ്? 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം മുലാഖാത്ത് കൊണ്ട് എന്താവും? ഈ ഹദീസിലുള്ളതോ ഇദാ ബലഗൽ മാഉ കുല്ലത്തൈനി ലം യഹ്മിലിൽ ഖബസ, അത് നജസിനെ. അതല്ല നമ്മളെ ചോദ്യം. 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം മുലാഖാത്ത് കൊണ്ട് നജസാകും എന്നതിന് തെളിവ് 2 കൊല്ലത്ത് എത്തിയാൽ നജസ് ഏറ്റെടുക്കൂല എന്ന് ഹദീസ് ഉണ്ടല്ലോ. അത് തെളിവ് മാറുമ്പോഴാ അല്ല. അപ്പം അതിൻ്റെ മഫ്ഹൂം എടുക്കണം. മഫ്ഹൂം നോക്കുന്ന പറഞ്ഞിട്ട് അല്ല പറഞ്ഞവരുണ്ടാവുമല്ലോ. എന്താ മഫ്ഹൂം എന്ന് പറഞ്ഞാൽ മാദല്ല അലൈഹിൽ ലഫ്ളു ഫീ മഹല്ലിൻ നുതുഖി, പറഞ്ഞിടത്തുനിന്ന് ലഭിക്കുന്ന മായന, അതാണ് എന്ത്? മന്ദൂഖ്. മഫ്ഹൂം എന്ന് പറഞ്ഞാലോ മാദല്ല അലൈഹിൽ ലഫ്ളു, ഒരു ലഫ്ള് അറിയിക്കുന്ന മായന തന്നെ ലാ ഫീ മഹല്ലിൻ നുതുഖി, എവിടെ? പറഞ്ഞത്. ഒന്നിന് വാചകാർത്ഥം എന്ന് പറയും, മഫ്ഹൂമിന് എന്തെന്നും പറയും? സൂചകാർത്ഥം എന്നും പറയും. നമ്മൾ മലയാളത്തിലും വരികളും വരികൾക്കിടയും എന്നറിയുന്നില്ല. വരി എന്ന് പറഞ്ഞാൽ മന്ദൂക്ക്, വരികൾക്കിട എന്ന് പറഞ്ഞാൽ മഫ്ഹൂം. അതങ്ങനെ സാങ്കേതികമായി ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മളെ മലയാള ഭാഷയിൽ ഇപ്പം എന്തുണ്ട്? നമ്മൾ തന്നെ ചിലപ്പം സംസാരത്തിൽ മറ്റുള്ളവരെ മുട്ടുകുത്തിക്കാൻ ചിലപ്പോൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടാവും? ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിന് ഏതെന്ന് മഫ്ഹൂം മന്ദൂക്ക് എന്നൊന്നും പറഞ്ഞോളൊന്നുമില്ല. തിരുകേശ വിവാദം ഉണ്ടായ സമയത്ത് സമസ്തയുടെ ഒരു പ്രമേയം ഉണ്ടായിരുന്നു. സനത് കിട്ടുന്നത് വരെ വഞ്ചിതരാവരുത്, സനത് കിട്ടുന്നത് വരെ വഞ്ചിതരാവരുത്. അപ്പം ആരും അപ്പം സനത് കിട്ടിയാൽ വഞ്ചിതരാവാം അല്ലേന്ന്. അതെന്ന് കിട്ടി? അതിനൊരു മറുപുറുണ്ടല്ലോ. സനത് കിട്ടുന്നത് വരെ വഞ്ചിതരാവരുത് എന്ന് പറഞ്ഞാൽ അപ്പം സനത് കിട്ടിയാൽ വഞ്ചിതരാവാം എന്നാണോ? അതുകൊണ്ട് ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെ അയാളെ ഇങ്ങനെ ശരിപ്പെടുത്തിയ സമയത്ത് ഈ PS അയാളെ സന്ദർശിക്കാൻ പോയി അയാളൊരു പ്രസ്താവനയും നടത്തി. അയാൾ ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അന്നേരം അയാളോ അത് വെച്ച് പാടാക്കി. അന്ന് ഇയാൾക്ക് പാർട്ടി വേറെ ഉണ്ടാക്കുകയും ചെയ്തല്ലേ. അപ്പോൾ അയാളെ പാട്ടോട് പറഞ്ഞു, ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നല്ല പറഞ്ഞത്, ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു കാലത്തായിരുന്നു. അപ്പോൾ ഈ മലയാള വാക്കിൽ പിടിച്ചു തൂങ്ങുന്നത് ഇപ്പം എല്ലാവരും ചെയ്യുന്നത് തന്നെ. പക്ഷേ അതിനൊരു വ്യവസ്ഥാപിതമായി കൊണ്ടു മന്ദൂക്ക്, മഫ്ഹൂം, ഇങ്ങനെയല്ലോ. അപ്പം ഇങ്ങനൊന്നും ഉണ്ടാക്കണം. ആദ്യം ലഫ്ള് പറഞ്ഞിടത്തുനിന്ന് കിട്ടുന്നത്, പറയാതെ പറയുന്നത് എന്നല്ല നമ്മൾ പറയുന്നില്ലേ, അതന്നെയാണ് ഇപ്പം എന്ത് പറയുന്ന സാധനം? മഫ്ഹൂം. അപ്പം ഈ ഹദീസിൻ്റെ പറയാതെ പറഞ്ഞൊരാശയമുണ്ട്. എന്താ? വെള്ളം 2 കൊല്ലത്ത് എത്തിയിട്ടില്ലെങ്കിൽ അത് നജസിനെ വഹിക്കും. അപ്പം വഹിക്കാൻ ഒരു തകയ്യറും വേണ്ട. ആ നജസുമായിട്ട് ഈ വെള്ളത്തിനൊരു ടച്ച് ഉണ്ടായാൽ തന്നെ എന്താവും? അപ്പം പിന്നെ എന്ത് വേണം ഇവിടെ? മന്ദൂക്ക് എന്ന് പറയുന്നൊരു സാധനവും മഫ്ഹൂം എന്നുള്ളൊരു സാധനവും അങ്ങനെ ഉണ്ടായാൽ മാത്രം പോരാ. മന്ദൂക്ക് തെളിവിന് മന്ദൂക്കിൽ നിന്നും വിഷയങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ മഫ്ഹൂമിനെയും ഒരു പ്രമാണമാക്കാൻ പറ്റുമോ എന്നും കൂടെ ഒരു തിയറി വരണ്ടേ. 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം മുലാഖാത്ത് കൊണ്ട് നജസാകും എന്നതിന് ഈ ഹദീസ് തെളിവാക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? ഈ ഹദീസിൻ്റെ മഫ്ഹൂമിനെ തെളിവായി അംഗീകരിച്ചുകൊണ്ട് പിടിച്ചതല്ലേ. അപ്പം ഇത് ആദ്യം എന്ത് തിയറി വരണം? മഫ്ഹൂം തെളിവിൽ പറ്റുമോ, ഹുജ്ജത്താവോ? ഇതാരുണ്ടാക്കണം?
ആരാണോ ഗവേഷണം ചെയ്യുന്നത് അയാൾ ഉണ്ടാക്കണം, ഇതല്ലേ? അപ്പൊ ഗവേഷണം ചെയ്യുന്ന ഒരു മുജ്തഹിദ് അങ്ങനെ ഒരു പെട്ടെന്ന് പോയിട്ടൊരു ഗവേഷണം നടത്താനല്ല. ഈ പ്രമാണങ്ങൾ ഏതായാലും ഗവേഷണം എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം പച്ചയായി വിശുദ്ധ ഖുർആനിലും ഹദീസിലും അതിനെക്കുറിച്ച് ഒരു വിധി കാണുന്നില്ല. അവിടെയാണ് എന്തിൻ്റെ ആവശ്യം? ഗവേഷണത്തിൻ്റെ ആവശ്യം വരുന്നത്. അങ്ങനെയാകുമ്പോൾ അതിൽ നിന്നും അതിൽ നേരെ തെളിഞ്ഞു കിടക്കാത്തതിനെ കണ്ടെത്താൻ എന്തു ശൈലിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു മുജ്തഹിദ് ആദ്യം വ്യവസ്ഥാപിതമായി അതിന് കുറേ ഉസൂലുകൾ ഉണ്ടാക്കണം. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉസൂലുൽ ഫിഖ്. ഇതാണ് നമ്മൾ ജമുൽ ജവാമിയിലെല്ലാം ഉസൂലുൽ ഫിഖ് എന്ന പേരിൽ മഫ്ഹൂമിനെയും മന്ദൂക്കിനെയും എല്ലാം ചർച്ച ചെയ്യുന്നത്. എന്തിനാ? ഈ മഫ്ഹൂമും മന്ദൂക്കും ഒക്കെ ആയത്തിലും ഉണ്ടാവും, ഹദീസിലും ഉണ്ടാവും. ആയത്തും ഹദീസും പ്രമാണമാകുമ്പോൾ അതിലെ മഫ്ഹൂമും മന്ദൂക്കിനെ പോലെ പ്രമാണമാക്കാൻ പറ്റുമോ എന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ അവിടെ വ്യത്യാസം വന്നാൽ മഫ്ഹൂം തെളിവിന് പറ്റൂല എന്നാണ് ഒരു മുജ്തഹിദിന്റെ അസുലെങ്കിൽ, ഞാനൊരു മുജ്തഹിദ്, ഓരോ മുജ്തഹിദ്, ഞാൻ പ്രമാണങ്ങളെ സമീപിക്കുന്നതിൻ്റെ രീതിശാസ്ത്രത്തിൽ മഫ്ഹൂം തെളിവിന് പറ്റൂല. അങ്ങനെ പറഞ്ഞതിൽ നിന്നേ എടുക്കാൻ പറ്റും, പറയാതെ പറഞ്ഞതൊന്നും തെളിവാക്കാൻ പറ്റൂല. മറ്റൊരാൾ അങ്ങനെയല്ല, രണ്ടിനെയും തെളിവാക്കാം എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പം ഒരേ ഹദീസിൽ നിന്നു തന്നെ അഹ്കാമുകൾ കണ്ടെത്തുന്നിടത്ത് വ്യത്യാസപ്പെടും. ഇപ്പം ഏതു വെള്ളവും തഗയ്യുറുണ്ടെങ്കിലേ മുതനജ്ജിസാകൂ എന്നതാണ് മാലിക്കി മദ്ഹബ്. എത്ര വെള്ളമായാലും 2 കൊല്ലത്തിൽ കുറവായാലും കുറഞ്ഞ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇദാ ബലഗൽ മാഉ കുല്ലത്തൈനി ലം യഹ്മിൽ ഖബസ എന്ന ഹദീസ് ദഈഫാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തായ മതി? മഫ്ഹൂം തെളിവിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് സ്വഹീഹായി നിലനിൽക്കെ തന്നെ എന്ത് പറയും? തഗയ്യുറുണ്ടെങ്കിലേ മുതനജ്ജിസാകൂ എന്ന് പറയും. അതിന് വേറെ തെളിവുണ്ടാവും. ഇനി സക്കാത്തിന്റെ ബാബില് ആടിൽ, മാട്, ഒട്ടകം, മാഷിയത്ത്, അതിൽ സക്കാത്ത് ഉണ്ട്. അതിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്: സായിമത്ത്, മഅലൂഫത്ത്. സായിമത്ത് എന്നാ മുമ്പ് വെക്കുന്നാടാ, മഅലൂഫത്ത് തന്നെ VIP. നമ്മളവിടെ തീറ്റ കൊണ്ടു കൊടുക്കുന്നു, മറ്റൊരു തീറ്റയിലേക്ക് അത് പോകും. ഏതിലാ സക്കാത്ത്? സായിമത്തിലെ സക്കാത്ത്. മഅലൂഫത്തിൽ എന്തില്ല? എന്താ തെളിവ്? മഅലൂഫത്തായ മാഷിയത്തുകളിൽ സക്കാത്ത് ഇല്ല എന്നുള്ളതിന് തെളിവ് ഫിസ്സായിമത്തി സക്കാ, അങ്ങനെ ഹദീസുണ്ട്. മഅലൂഫത്തിൽ സക്കാത്ത് ഇല്ല, എന്താ തെളിവ്? സായിമത്ത്, മേഞ്ഞു തിന്നുന്നതിൽ സക്കാത്ത് ആണ് സക്കാത്ത് ഉള്ളത്. അതല്ലല്ലോ ചോദ്യം. മഅലൂഫത്തിൽ സക്കാത്ത് ഇല്ല എന്നുള്ളതിന് തെളിവ് സായിമത്തിൽ സക്കാത്ത് ഉണ്ട്. അപ്പൊ ചോദിച്ചതിനല്ലേ മറുപടി ആണ്. അപ്പൊ സായിമത്തിൽ സക്കാത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ സായിമത്ത് എന്നൊരു സിഫത്താണ്, അതിനൊരു മൗസൂഫ് വേണം. അപ്പൊ വഫിൽ മാഷിയത്തി സായിമത്തി, സായിമത്തായ മാഷിയത്തിൽ സക്കാത്തുണ്ട്. എല്ലാ മാഷിയത്തിലും, അടുമാടൊട്ടകം ഈ അർത്ഥത്തിനാണ് മാഷിയം, അതിലെല്ലാം സക്കാത്ത് നിർബന്ധമുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകം സായിമത്ത് എന്ന് പറഞ്ഞതിന് എന്തിനു ഫായിദയാ? അപ്പൊ സായിമത്തിൽ സക്കാത്തുണ്ട് എന്ന് പറയുമ്പോൾ അവിടുന്ന് മനസ്സിലായി അതിന്റെ മഫ്ഹൂം എന്താ? മഅലൂഫത്തില്. അങ്ങനെയാകുമ്പോൾ മഫ്ഹൂം എന്ത്, മന്ദൂക്ക് എന്ത് എന്ന് അതിൻ്റെ ഒരു ആശയം പറയണം. ഇനി എന്തിനെല്ലാമാണ് മഫ്ഹൂം ഉള്ളത്? നേരത്തെ പറഞ്ഞ സനദ് കിട്ടുന്നത് വരെ വഞ്ചിതരാവരുത് തന്നെ. ആയത്തിലില്ലേ, ലാ തുക്രിഹൂ ഫതയാത്തിക്കും ഇൻ അറദിന തഹസുന, നിങ്ങൾ നിങ്ങളുടെ യുവതികളെ, അടിമ സ്ത്രീകളെ, ലാ തുക്രിഹൂ ഫതയാത്തിക്കും അലൽ ബിഗാ, വേണ്ടാവൃത്തിക്ക് നിർബന്ധിക്കരുത്. ഇൻ തുരിദിന തഹസുന, അവർ ചാരിത്രശുദ്ധി ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെന്താക്കരുത്, ഓരോ ആൾക്കാരെ ജീവിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓല വേണ്ടാവൃത്തിക്ക് നിർബന്ധിക്കരുത്. അപ്പം അതിൻ്റെ മഫ്ഹൂം എന്നാ? ഇന്ന് പറഞ്ഞത് ഒരു ഷർപ്പാണ്, ഷർത്തിന് മഫ്ഹൂമുണ്ട്. അപ്പോൾ ഓല് എങ്ങനെയെല്ലാം ജീവിച്ചാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
അവരെ നിർബന്ധിക്കാമെന്നാണോ? നേർക്ക് നേരെ എന്തിനെല്ലാം മഫ്ഹൂമുണ്ട് എന്നൊരു ചർച്ച ജമ്മിലുണ്ട്. അപ്പം അതിൽ ഷർത്തിന് എന്തുണ്ട്? മഫ്ഹൂമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എന്നുള്ളത് ഷർത്തല്ല, ഇതിന് മഫ്ഹൂമ് വേണ്ടേ? പക്ഷേ അപ്പം പിന്നെ ഇവിടെ മഫ്ഹൂമ് പറയോ? ഇവിടെ എന്താ പറയാത്ത? അപ്പം അതിന് ചില സ്ഥലത്ത് ഈ പറയപ്പെട്ടതിന് തന്നെ എന്തുണ്ടാവില്ല? മഫ്ഹൂം ഉണ്ടാവില്ല. അതിനൊരു തിയറി വേണം. ഇവിടെ മഫ്ഹൂം ഇല്ലാത്തത് ഓല് എങ്ങനെങ്കിലും ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നേർക്കേറെ ജീവിക്കുമെന്ന് വേണ്ട, ആരെടുത്തും പോകാന്ന ഓരോ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരെ നിങ്ങൾ നിർബന്ധിക്കരുത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? നിർബന്ധിക്കണ്ടല്ലോ. നിർബന്ധിക്കേണ്ടി വരുന്നത് എവിടെയാ? ഒരു നേർക്കേറെ ഉദ്ദേശിക്കുമ്പോഴല്ലേ. നേർക്കേരല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാ അവർ നിർബന്ധിക്കുന്നത്? ആടാ ജലാലേനി കൊടുത്തേ. ഇതാണ് ഇക്റാഹിന്റെ മഹല്ല്. ഇത് ഇൻകുരിദിന തഹസുല. അപ്പൊ പിന്നെ അവിടെ എന്തില്ല? ആ ഷർത്തിന്റെ മഫ്ഹൂമ് നമ്മൾ പറയേണ്ടി വരൂല എന്നർത്ഥം. എളുപ്പത്തിനെ പറഞ്ഞ ഗവേഷണം ചെയ്യുമ്പോൾ വെറുതെ ഒരു ഹദീസ് വെച്ചിട്ട് നിങ്ങൾ ഗവേഷണം ചെയ്യാനല്ല. ഗവേഷണത്തിന് എന്ത് വേണ്ടി വരും? ഈ പ്രമാണങ്ങളെ എങ്ങനെയാണ് ഹദീസുകളിലുണ്ടാവും? ഇത് നമ്മളുടെ മദ്ഹബിന് ആധാരമായി നമ്മൾ പറയുന്ന ഒരു ഹദീസ്, ആ ഹദീസിൽ നിന്നും കിട്ടുന്ന ഒരാശയത്തിന് വിരുദ്ധമായിട്ടാണ് സഹോദര മദ്ഹബുകാർ പറയുന്നതെങ്കിൽ അവർക്ക് ഈ ഹദീസ് ലൈഫാണ് എന്ന് നമ്മൾ തീരുമാനമെടുക്കേണ്ടതെന്നർത്ഥം. കാരണം ഈ പറഞ്ഞതുപോലെ പ്രമാണങ്ങളെ സമീപിക്കുന്ന രീതിശാസ്ത്രത്തിൽ മദ്ഹബിൻ്റെ ഇമാമുകൾ വ്യത്യസ്തരാണ്. അതനുസരിച്ച് ഒരേ ആയത്തും ഒരേ ഹദീസും ഗവേഷണത്തിന് വിധേയമാക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന റിസൾട്ടുകളും മാറാം. മനസ്സിലായില്ല? അപ്പൊ ഫിഖ് എന്ന് പറഞ്ഞത് പ്രമാണങ്ങളിൽ നിന്നും മുജ്തഹിദ് ഗവേഷണം ചെയ്യുക. അതിനുശേഷം വന്ന ഇമാമുകൾ കണ്ടെത്തിയ ഹുക്മുകൾക്ക് എന്തു പറഞ്ഞിട്ടുണ്ട്? ദലീലുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ദലീലുകൾ യഥാർത്ഥത്തിൽ എന്തല്ല, ഈ കണ്ടെത്തിയ ഹുക്മുകൾക്ക് ഇമാം ഷാഫിഈ തങ്ങൾ പ്രമാണമാക്കിയ തെളിവ് എന്നതിനർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ തെളിവുകൾ തെളിവിന് പറ്റാത്തതാണ് എന്ന് ആരെങ്കിലും സമർത്ഥിച്ചാൽ തന്നെ ഈ ഹുക്മുകൾ മാറൂല. തെളിവ് മാറ്റിക്കൊടുക്കണമെന്നേ ഉള്ളൂ. മങ്കൂലായി വന്ന ഒരു ഹുക്മിനെ ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു തെളിവ് അത് തെളിവിന് പറ്റാത്തതാണ് എന്ന് സമർത്ഥിക്കപ്പെട്ടാൽ തന്നെയും എന്തേ മാറൂ? തെളിവ് മാറ്റി വേറൊരു തെളിവ് കണ്ടെത്തണം. വിഷയം മാറൂല. കാരണം ഇമാം ഷാഫിഈ തങ്ങൾ ആധാരമാക്കിയ തെളിവ് ഇതാണ് എന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഓറന്നെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടാവും, ലൈഫാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇമാമിൻ്റെ മറവി അത് മഅ്മൂമിന് ചേരും എന്നതിന് ബഹുമാനപ്പെട്ടവർ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഓരെണ്ണം പറയുന്നുണ്ട്, ഇത് ബൈഹഖി ലൈഫാക്കി. മിക്കവാറും അഫന്റെ പായയിൽ മഹല്ലിലെ ബൈഹഖി ആയിരിക്കും ആരോ തമാശക്ക് പറയുന്നത് ലൈഫാക്കിയിട്ട്. പിന്നെ എന്തിനത് കൊണ്ടുവന്നേ? നമ്മളുടെ അന്വേഷണത്തിൽ ഇപ്പൊ കിട്ടിയത് ഇതാണ്. ഒരു സമാധാനത്തിന് ഇത് വെക്ക്. അതുകൊണ്ട് ഇത് ലൈഫായതുകൊണ്ട് ആ ഹുക്കുമ് മാറുമോ? അത് മങ്കൂലായി വന്ന ഹുക്കുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രമാണങ്ങളിൽ നിന്ന് ഹുക്കുമുകൾ കണ്ടെത്തുമ്പോൾ അതിനൊരു ഉസൂല് വേണം. ഈ ഉസൂല് ഇമാം ഷാഫിഈ തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഷാഫിഈ ഫിഖ്, ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞതിന് നിർവചനം പറഞ്ഞത് എന്താ? നേർക്കേറി പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവേണ്ടത്? ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം ഷാഫിഈ തങ്ങൾ ഗവേഷണത്തിലൂടെ പ്രമാണങ്ങളിൽ നിന്നും കണ്ടെത്തിയ വിധികളുടെ സമാഹാരം ഇതാണ് ആവേണ്ടത്. പക്ഷെ അങ്ങനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞേ? മാദഹബ ഇലൈഹി ഷാഫിഈയു വ അസ്ഹാബുഹു. ഇമാം ഷാഫിഈ തങ്ങളും തൻ്റെ അസ്ഹാബും കണ്ടെത്തിയ വീക്ഷണങ്ങളാണ് ഷാഫിഈ മദ്ഹബ്. അതെങ്ങനെയാ? അപ്പൊ അസ്ഹാബ് എവിടുന്ന് കണ്ടെത്തിയത്? പ്രമാണങ്ങളിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഇമാം ഷാഫിഈ തങ്ങൾ പ്രമാണങ്ങളിൽ നിന്നും കണ്ടെത്തിയ വിധികൾക്ക് ഷാഫിഈ ഫിഖ് എന്ന് പറഞ്ഞതുപോലെ ഈ അസ്ഹാബുമാർക്കും ഉണ്ടാവൂലേ നിസ്ബ ചെയ്യാനുള്ള സ്ഥലവും കാര്യമല്ലോ. അവരിലേക്കും ചേർത്തിയിട്ട് ഇങ്ങനെ ഓരോരോ ഫിഖ് പറഞ്ഞൂടെ? അത് പറയാതെ ഷാഫിഈ ഫിഖ് എന്ന് പറഞ്ഞാൽ തന്നെ മാദഹബ ഇലൈഹി ഷാഫിഈയു വ അസ്ഹാബുഹു എന്നാ പറഞ്ഞ. അസ്ഹാബും കണ്ടെത്തിയത് ഷാഫിഈ ഫിഖ് എന്ന പേരിലാണ് വരവ് വെക്കുന്നത്. ഇതിനെന്താ കാരണം? ഈ അസ്ഹാബുകൾ
പ്രമാണങ്ങളിൽ നിന്ന് ഹുക്കുമുകൾ കണ്ടെത്തി എന്നത് ശരിയാണ്. പക്ഷേ പ്രമാണങ്ങളിൽ നിന്നും ഹുക്കുമുകൾ കണ്ടെത്താൻ അവരാധാരമാക്കിയ ഉസൂലുകൾ ആരുടേതാണ്? ഇമാം ഷാഫിഈയുടേതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസൂലുകൾ ആധാരമാക്കി ഇവർ നേരിട്ട് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയാലും ആരോട് കടപ്പാടുണ്ട്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളോട് കടപ്പാടുണ്ട്. ഇനി ആരെങ്കിലും ആ ഉസൂലുകൾ ലംഘിച്ച് സ്വന്തമായ ഉസൂലുകൾ വെച്ച് കണ്ടെത്തിയാൽ അത് ആരുടെ അക്കൗണ്ടിൽ ഇടൂല? ഷാഫിഈ ഫിഖ്ഹിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഷാഫിഈ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തായിരിക്കും? ഇമാം ഷാഫിഈ തങ്ങളും ബഹുമാനപ്പെട്ടവരുടെ അസ്ഹാബും, അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അവരുടെ ശിഷ്യന്മാർ എന്നല്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലമത ഹിജ്റ 150 ബഹുമാനപ്പെട്ടവരുടെ ജനനം, 204 വഫാത്ത്. അതിനുശേഷം 2-3 നൂറ്റാണ്ടുകൾ വരെ ജീവിച്ച ഉലമാക്കൾ ആരിൽ വരുന്നുണ്ട്? അസ്ഹാബ്. എല്ലാവരുമല്ല, അസ്ഹാബുൽ വുജൂഹിൽ വരുന്നുണ്ട്. ആ അസ്ഹാബുൽ വുജൂഹ് ഒക്കെ ഹിജ്റ 400 ശേഷമുള്ളവരും അസ്ഹാബ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാമുൽ ഹറമൈനി തങ്ങൾ, ഗസാലി ഇമാമൽ അസ്ഹാബുൽ വുജൂഹിൽ പെട്ടതാണോ എന്ന് ഖിലാഫുണ്ടല്ലോ. കുറെ കാലത 505 നോക്കണേ, അത് ഹിജ്റ 505. അങ്ങനെയാണെങ്കിൽ ഹിജ്റ 400 കഴിഞ്ഞ് 200 ഇമാം ഷാഫിഈ തങ്ങൾ 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് വഫാത്ത്. അതിനുശേഷം വീണ്ടും 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു വരുന്നവരും അസ്ഹാബുൽ വുജൂഹ് എന്ന പരിധിയിൽ വരുന്നില്ലേ? ഇവർ ഇമാം ഷാഫിഈ തങ്ങളുടെ ഉസൂലുകൾ വെച്ച് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ വിധികളും ഏത് പേരിൽ വരും? ഷാഫിഈ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഷാഫിഈ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഖൗലും വജ്ഹും. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ഇവരൊന്നും നേരിട്ട് പ്രമാണങ്ങളിൽ നിന്ന് സ്വന്തം ഉസൂലുകൾ വെച്ച് ഹുക്കുമുകൾ കണ്ടെത്തിയിട്ടില്ല. ഇമാം ഷാഫിഈ തങ്ങളുടെ ഉസൂലുകൾ വെച്ചും എന്താക്കിയിട്ടില്ല? വിധികൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഓല് പറഞ്ഞ ഒരു വിധി സ്വന്തമായി അവർ പറഞ്ഞതല്ല എന്നർത്ഥം. പിന്നെയോ എനിക്ക് ഇമാം ഷാഫിഈ തങ്ങൾ ഗവേഷണം ചെയ്തു കണ്ടെത്തിയത് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ആര് കണ്ടെത്തിയത് പറഞ്ഞതാണ്? അസ്ഹാബ് കണ്ടെത്തിയത് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും നൈവ്യാമെല്ലാം കണക്കന്നെ. കാരണം ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കൗലും വജുവും ഞാൻ പഠിക്കുന്നു, പഠിക്കുന്നു. അങ്ങനെയല്ല, വളരെ ശ്രമകരമായ ഒരു ധർമ്മം ആര് നിർവഹിച്ചിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്താണത്? ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒക്കെ 7-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. ഈ 7-ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളുടെ വഫാത്തിനു ശേഷം അസ്ഹാബുൽ വുജൂഹിന്റെ കാലവും കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹുക്കുമുകൾ എങ്ങനെയായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ചു. പല വിഷയങ്ങളിലും ഇമാം ഷാഫിഈ തങ്ങൾക്കു തന്നെ ഒന്നിലധികം അഭിപ്രായങ്ങൾ അതിവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇനി അസ്ഹാബുൽ വുജൂഹ് വരുമ്പോൾ എത്രയോ അസ്ഹാബുൽ വുജൂഹ് ഉണ്ട്. ഇമാം ഷാഫിഈ തങ്ങളുടെ അസ്ഹാബുൽ വുജൂഹ് എന്ന് പറയുന്ന ആ അർത്ഥത്തിലുള്ള അസ്ഹാബ്, അവർക്ക് ചിലപ്പോൾ ഒരാൾക്ക് തന്നെ ഒന്നിലധികം വീക്ഷണങ്ങൾ വരാം ഒരേ വിഷയത്തിൽ. ഇനി ഈ അസ്ഹാബുകൾക്കെല്ലാം ഒരേ വിഷയത്തിൽ തന്നെ ഗവേഷണം ചെയ്യുമ്പം എന്ത് വ്യത്യാസപ്പെടാം? വിധികൾ വ്യത്യാസപ്പെടാം. അതെല്ലാം രേഖപ്പെട്ട് കിടക്കുന്നുമുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ നോക്കുമ്പോൾ ഇമാം ഷാഫി തങ്ങളുടെ ഇങ്ങനെ ഒരു അഭിപ്രായം കാണും, ഓർ തന്നെ വേറൊരു അഭിപ്രായം കാണുന്നു. ഇതൊന്നും കാണാണ്ട് അസ്ഹാബുൽ വുജൂഹ് പറഞ്ഞ ഒരു അഭിപ്രായം ചിലപ്പോൾ വരാം. അല്ലെ ആ വിഷയത്തിൽ ഇമാം ഷാഫി തങ്ങളുടെ ഒരു പരാമർശവും കാണുന്നില്ല. പക്ഷെ അസ്ഹാബുൽ വുജൂഹിൽ പലരുടെയും പലവിധ അഭിപ്രായങ്ങൾ രേഖപ്പെട്ട് കാണുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യും? അത് നമ്മൾ മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തുൽ മദ്ഹബ് എന്നൊരു കിതാബുണ്ട്. ആരുടെ? ഇമാമുൽ ഹറമൈനി തങ്ങളുടെ. ഇമാമുൽ ഹറമൈൻ ബഹുമാനപ്പെട്ടവരുടെ ഈ ഇമാമുൽ ഹറമൈനി തങ്ങളുടെ നിഹായത്തുൽ മത്ലബിൽ നമ്മൾ പഠിച്ചൊരു ഉദുവിൻ്റെ ബാബുണ്ടല്ല, ആ ഉദുവിൻ്റെ ബാബ് എടുത്തിട്ടൊന്ന് നോക്കും. എന്നിട്ട് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? നമുക്ക് മുതവരി തോതിയിട്ട് മനസ്സിലാക്കി വെച്ചൊരു റൂട്ടും കൂടെ അതിലൊക്കെ കിട്ടൂല. മുതവരിതെല്ലാം ഓതുമ്പോൾ അല്ലെങ്കിൽ 10 രൂപയിൽ ഓതുമ്പോൾ വളരെ ചുരുങ്ങിയ വിഷയങ്ങളിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതിൽ ഓതുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് പരതി കണ്ടെത്തേണ്ടി വരും.
ആ രൂപത്തിലേക്ക് എത്തും. അങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള ഒരു രൂപമായിരിക്കും ആര് വരുമ്പോൾ ഇമാം റാഫിഈ തങ്ങളും ഇമാം നവവി തങ്ങളും. ഇവർ സമകാലികരല്ല. നമ്മൾ പേര് ചേർത്ത് പറയുന്നുണ്ടെങ്കിലും ഇമാം റാഫിഈ തങ്ങളുടെ വഫാത്തിനു ശേഷമാണ്. ഞാൻ 7-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഇമാം നവവി തങ്ങളുടെ വഫാത്തിൻ്റെ കാലം വെച്ചിട്ടാണ്. ഇമാം റാഫിഈ തങ്ങളുടെ വഫാത്തിനു ശേഷമാണ് ആരുടെ ജനനം? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. അപ്പം ഇമാം റാഫിഈ തങ്ങൾ തുടങ്ങി വെച്ച ഒരു ശ്രമകരമായ ദൗത്യമാണ് മദ്ഹബിൻ്റെ തഹരീറുൽ മദ്ഹബ്. മദ്ഹബിലൊന്ന് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു വിഷയത്തിൽ ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഒരാൾ നോക്കിയാൽ ഇമാം ഷാഫിഈ തങ്ങളുടെ കിതാബുകളും അസ്ഹാബുൽ വുജൂഹ് എഴുതി വെച്ചത് നോക്കിയാൽ എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു പിടുത്തം കിട്ടും. ഇന്ന് വാട്സപ്പിൽ ഒരു ചോദ്യം ഇട്ട പോലെ ഉണ്ടാവും. ചോദ്യം ഇട്ടാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ 30 ഉത്തരം വന്നിട്ടുണ്ടാവും. 30ഉം ചിലപ്പം വേറെ ശരിയായിരിക്കും. അപ്പം ചോദിച്ചോ വിചാരിക്കാൻ ഞാനെന്താ ആക്കേണ്ടത്, എന്താ ആക്കേണ്ടത്, ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ലേ. അപ്പം പിന്നെ എന്താക്കി, ഈ അവസ്ഥയിൽ തന്നെ ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞത് വിധികൾ രേഖപ്പെടുത്തുമ്പോൾ അസ്ഹാബ് പറഞ്ഞതും ഇമാം അവറുകൾ പറഞ്ഞതും തമ്മിൽ വേർതിരിച്ചു മനസ്സിലാക്കാൻ ഓരോ തിയറി ഉണ്ടാക്കി. കാരണം നമ്മൾ ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ മാദഹബയിലെ ഷാഫിഈയു അസ്ഹാബ്, അതിനർത്ഥം മറ്റൊരർത്ഥം ഖൗലും വജ്ഹും. ഇതാണെന്ത് ഷാഫിഈ മദ്ഹബ്. അപ്പം ഫിഖ്ഹിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള അധ്യായങ്ങളിലെ ഇമാം ഷാഫിഈ തങ്ങളുടെയും അസ്ഹാബുൽ വുജൂഹിന്റെയും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പിൽക്കാലത്ത് രേഖപ്പെടുത്തി തരുമ്പോൾ ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവണം ഈ വീക്ഷണം ആരുടേതാണ്. ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ രണ്ടും ആവാൻ സാധ്യതയില്ലേ. ഇത് ആരുടേതാണ്? അസ്ഹാബ് കണ്ടെത്തിയ വീക്ഷണമാണ്. അതല്ല, ഇത് ഇമാം അവറുകളുടേതാണ് എന്ന് പിൽക്കാല വായനക്കാർക്ക് മനസ്സിലാകാൻ ഉതകുന്ന വിധമുള്ള ഒരു വലിയ പരിശ്രമം ആര് തുടങ്ങി വെച്ചു? ഇമാം റാഫിഈ. അതുമാത്രമല്ല, പിന്നെ ഓരെന്താ ചെയ്തതും, ഇമാം അവറുകൾക്ക് തന്നെ ഒരു വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ വന്നാൽ ഓറന്നെ ഞാൻ ഇതാണ് പ്രബലം മറ്റേത് അപ്രബലം എന്ന് പറഞ്ഞിട്ട് ഓറ് പറയുമോ? അങ്ങനെ മനസ്സിലാക്കരുത്. ഇമാമവറുകൾക്ക് ഒരു വിഷയത്തിൽ 2 അഭിപ്രായം ഉണ്ടെങ്കിൽ ഓറന്നെ ഇതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തിനാ മറ്റേ പറഞ്ഞതെന്ന് ഓരോടെ ചോദിച്ചൂടെ? ഓർ 2ഉം പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ പിൽക്കാലത്ത് വരുന്നവർ ഇതിലേതാണ് പ്രബലമെന്ന് ഓർ കണ്ടെത്തുകയാണ്. അപ്പം അതെന്തു വലിയ പണിയാണത്. ആദ്യം വജ്ഹും ഖൗലുമായി വേർതിരിക്കണം. ഈ വേർതിരിച്ച ഖൗലിൽ തന്നെ 2 അഭിപ്രായങ്ങൾ വരുമ്പോൾ ഈ 2 അഭിപ്രായങ്ങളിലും ഒന്ന് പ്രബലമാകുമ്പോൾ മറുഭാഗത്തുള്ള അഭിപ്രായത്തിന് കൂവത്തുണ്ടോ ഇല്ലയോ, ഇതെല്ലാം കൊച്ചു വാചകത്തിൽ പിൽക്കാല വായനക്കാർക്ക് തിരിയണം എന്ന ഉദ്ദേശത്തോടുകൂടെ വലിയ ഒരു പരിശ്രമം ആര് തുടങ്ങി വെച്ചു? ഇമാം റാഫിഈ തങ്ങൾ. അപ്പം അത് എന്തുമാത്രം അധ്വാനമുണ്ട്. നമുക്ക് ചിലപ്പോൾ മഹലിയിൽ ഓതുമ്പോൾ ഫഖീല ഫീഖൗൽ ഏതും ആയിക്കോട്ടെ പോലെ അഭിപ്രായമല്ലേ. അതങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തണമെങ്കിൽ എത്ര ദൗത്യം വേണം. ഇത് മുൻകാലത്ത് കഴിഞ്ഞ ഒരു സംഭവമല്ലേ ഇത്. എന്നിട്ട് ഇത് കൗലാണ്, അല്ല ഇത് കീലയാണ് എന്ന് പറയണമെങ്കിൽ ഒരു വലിയ അന്വേഷണം അവിടെ വേണ്ടേ. ഇനി ഈ പറഞ്ഞ അസ്ഹാബിൻ്റെ ഈ അഭിപ്രായത്തിന് അസത്ത് എന്നാണോ ഇബാറത്തുണ്ട്, അല്ല സ്വഹീഹ് എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഓർ എതിർവീക്ഷണം നോക്കണം. എതിർവീക്ഷണത്തിന് കൂവത്തുണ്ട് ഇല്ല എന്ന് ഓർ പറഞ്ഞു വെച്ചിനാ, അതിന് തെളിവുകൾ നോക്കണം. എന്നിട്ട് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മുഹാലിഫായ ജാലിബിന് കുതിറക്കിയായ കൂവത്ത് എന്നല്ല നമ്മൾ പറഞ്ഞില്ലേ, എന്നാ ദലീലിൻ്റെ അടിസ്ഥാനം. അപ്പം ആ ദലീലുകൾ ഇവർ നോക്കണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇമാം റാഫിഈ തങ്ങളുടെ മുഹറദ് ചുരുക്കിയിട്ടല്ലേ മിൻഹാജ് ഉണ്ടാക്കിയേ. അന്നേരം ഓറ് പറഞ്ഞിട്ടുണ്ട്, ഇമാം റാഫിഈ തങ്ങൾ ഖിലാഫുകൾ പറയുകയും അതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മിക്ക സ്ഥലങ്ങളിലും ഓറ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറഞ്ഞത് എന്താ? മിൻ അഹം മിൻ അഹം എന്ത് മൽതസമഹു ഓർ ഏറ്റെടുത്ത് എൻ്റെ ഏറ്റെടുത്ത് എന്ത് ഖിലാഫുള്ളതെല്ലാം ഞാൻ പറയും, അതെന്നെ കൂവത്തും റൂഫെല്ലാം നോക്കിയിട്ട് ഞാൻ പറയും എന്ന് പറഞ്ഞ
ഇമാം റാഫിഈ തങ്ങൾ ഏറ്റെടുത്ത ഒരു ധർമ്മത്തെക്കുറിച്ച് ആര് പറയുന്നു? ഇമാം നവവി തങ്ങൾ പറയുന്നു അതൊരു ഭയങ്കര വിജയം തന്നെ. അപ്പം അത് ഭയങ്കര വിജയമാണെന്ന് ഈ നിലക്ക് നമ്മളൊന്ന് ചിന്തിച്ചൊക്കെ എത്ര പണിയുണ്ട്. ഇനി അതിന് പരിസമാപ്തി കുറിച്ചു ആര്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഓറുടെ ഒരു വലിയ വിശേഷണമായിട്ട് പിന്നീടുള്ളവർ വിശേഷിപ്പിച്ച വിശേഷണം എന്താ? മുഹദ്ദിറുൽ മദ്ഹബ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ നിങ്ങൾ തുൽഫയുടെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു കാണുമെന്ത്? ത്വാലമായ തുറുബി ബാലി, എൻ്റെ ദീർഘകാലത്തെ ഒരു അഭിലാഷമായിരുന്നു അൻ അതബറക ബിഖിദ്മത്തി ശൈഇൻ മിൻ കുതുബിൻ നബവി. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബിന് സേവനം ചെയ്യണം, എന്നിട്ട് എനിക്ക് ബർക്കത്ത് കിട്ടണം. അപ്പോൾ ഞാൻ സംഗതിയിലും ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ആധികാരികമായ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ എഴുതുന്നത് ഷാഫിഈ മദ്ഹബിൽ ഒരു വലിയ വിടവുണ്ടായിരുന്നു. നമ്മൾ 4 പേജിലുള്ള ഒരു പുസ്തകം എഴുതിയാൽ അതിൻ്റെ ആമുഖത്തിൽ നമ്മൾ പറയും അങ്ങനെയാണ്, ഈ വിഷയത്തിൽ ദീർഘകാലമായ ഒരു വിടവുണ്ടായിരുന്നു, അതിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തേങ്ങ അങ്ങനെയല്ല പറയില്ല. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കമൻറ്റ് കൊടുക്കാം. പക്ഷെ അവർ കൊടുത്തത് എന്താ? ത്വാലമായ തുറുബി ബാലി, ദീർഘകാലത്തെ എൻ്റെ ഒരു അഭിലാഷമായിരുന്നു അൻ അതബറക ബിഖിദ്മത്തി ശൈഇൻ മിൻ കുതുബിൻ നബവി. ഇമാം നവവി തങ്ങളുടെ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബിന് സേവനം ചെയ്യണം, എന്നിട്ട് ഓറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അതാണല്ലോ പറയുന്നത്. ആണ്ട ഇമാം നവവി തങ്ങൾ അങ്ങനെ കാര്യം കാണാൻ അത് ഓറെണ്ണ പറയുന്നുണ്ട്. വലിയുല്ലാഹി ബിലാ ദിഫാഇ വ മുഹദ്ദിറുൽ മദ്ഹബി ബിലാ ദിഫാ, വലിയുല്ലാഹി ബിലാ നിസാ, അവിതർക്കിത വലി. ആ വിശേഷണത്തോടുകൂടെ കൂട്ടിച്ചേർത്തു പറഞ്ഞ മറ്റൊരു വിശേഷണമാണെന്ത്? മുഹദ്ദിറുൽ മദ്ഹബ്. ഈ ഷാഫിഈ മദ്ഹബിൻ്റെ മുഹദ്ദിറാണ് ആര്? ഇമാം. അപ്പൊ നോക്കൂ, ഈ ദൗത്യത്തെ തുടങ്ങി വെച്ച ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം നവവി തങ്ങൾ പറയുന്നു, ഓർ ഏറ്റെടുത്ത ഒരു ദൗത്യം അതിമഹത്തായ ദൗത്യമാണത്. ആ ദൗത്യത്തിന് പൂർത്തീകരണം കുറിച്ചതിനു ശേഷം വരുന്ന ഇമാമുകളിൽ അതിപ്രമുഖരായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും അവരെ പോലെയുള്ളവരും ആ ഇമാം നവവി തങ്ങളെ വിശേഷിപ്പിക്കുന്ന വിശേഷണം ഒന്ന് വലിയുള്ള അള്ളാന്റെ വലി. അത് വലിയ ഇപ്പം കുറെ ഉണ്ടാവും, അത് ഓരോ പാർട്ടിക്ക് വലിയായിരിക്കും. ഇതങ്ങനല്ല, തർക്കമില്ല, അങ്ങനത്തെ വലിയ കിട്ടുന്ന പണി ഉണ്ടാവും. മുഹദ്ദിറുൽ മദ്ഹബി ബിലാ ദിഫാ. അപ്പം അങ്ങനെയാണ് ഓലാരെ കാണുന്നത്? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. എന്നിട്ട് ഇതിലേക്ക് പിന്നെയും പറയുന്നത്, അപ്പൊ ഈ മദ്ഹബുകള് എന്താണ്? കൗല് വജ്ഹി, ഇത് വേർതിരിച്ചു തരുന്ന ഒരു ധർമ്മം ആര് നിർവഹിച്ചിട്ടുണ്ട്? ഇമാം നവവി തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. സംഗതി മുഖല്ലിദാണെങ്കിലും നമ്മളും മുഖല്ലിദാണ് എന്ന് മനസ്സിലാക്കരുത്. അതാ പറയുന്നത്, നമ്മളും മുഖല്ലിദ് ഓറും മുഖല്ലിദ്. അപ്പം അല്ല, ഓരിങ്ങനെ ഒരു ധർമ്മം തുടങ്ങി വെച്ചിട്ടുണ്ട്, അതിന് പൂർത്തീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം വരുന്നവർ പിന്നെ ഫിഖ് മനസ്സിലാക്കാൻ സത്യത്തിൽ വലിയ പണിയൊന്നുമില്ല. അന്നേരം അത് നോക്കിയിട്ടൊന്ന് പഠിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. മറ്റൊരു അധ്വാനിച്ചിട്ട് എന്താക്കണം, ഇതിനെ ക്രമീകരിക്കേണ്ട ഒരു പണിയും കൂടെ ഓരോ എടുത്തിട്ടുണ്ട് എന്നാണ്. എനിക്ക് വിഷയത്തിലേക്ക് വരാം, ബാക്കി ആവശ്യമുള്ള സമയത്ത് പറയാം. അപ്പൊ എന്താണ് ഷാഫിഈ ഫിഖ് എന്ന് മനസ്സിലായില്ലേ? എന്താ? മാദഹബയിലേഹി ഷാഫിഈയും ഇമാം ഷാഫിഈ തങ്ങളും ഓരുടെ അസ്ഹാബും കണ്ടെത്തിയ വീക്ഷണങ്ങൾ. ഈ കണ്ടെത്തിയ വീക്ഷണങ്ങൾ എല്ലാ അസ്ഹാബും എല്ലാ ബാബിലും ഗവേഷണം ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഗവേഷണം ഇങ്ങനെ നടന്നു പോയതിന് ശേഷം പിന്നെ എന്തായി? ഫിഖ്ഹിൻ്റെ ബാബിൻ്റെ ക്രമം അനുസരിച്ച് ഒരു തർത്തീബ് ഉണ്ടാക്കിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന സകല വിഷയങ്ങൾക്കും വേണം ഹുക്മ്. ഹുക്മ് എന്ന് പറഞ്ഞപ്പോൾ ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബിഫിഇലിൽ മുകല്ലഫി മിൻഹു ഇന്നഹു മുകല്ലഫ് എന്നല്ലേ? അപ്പൊ ഷാഫിഈ ഫിഖ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന വിധികൾ സത്യത്തിൽ ആരുടെ? അള്ളാഹുവിൻ്റെ തീരുമാനം ഇതാണെന്നാണല്ലോ പറയുന്നത്. ഈ അള്ളാഹിൻ്റെ തീരുമാനം ഇതാണെന്ന് പറയണമെങ്കിൽ അള്ളാഹിൻ്റെ തീരുമാനം അത് നഫ്സിയായ അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമിൻ്റെ മേൽ അറിയിക്കുന്ന എന്ത് വേണം? ഒരു ദാല് വേണം. ഖിതാബ് എന്നാണ് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ഇപ്പോൾ ഹുക്മ് അള്ളാഹിൻ്റെ തീരുമാനം എങ്ങനെ നമുക്ക് തിരിയല്?
അപ്പം അത് അറിയിച്ചു കൊടുക്കാൻ അല്ലാഹു തആല വഹി വെച്ചു. എന്താണ് വഹിയായിട്ട് കിട്ടുന്നത്? ഖുർആനും ഹദീസും. ലഫ്ളടക്കം വരുമ്പം ആ വഹി ആരായി മാറുന്നു? ഖുർആനായി മാറുന്നു. ആശയങ്ങൾ മാത്രമാകുമ്പോൾ അത് ഹദീസുമായിട്ട് വരും. അപ്പം ഖിതാബുള്ള എന്ന അള്ളാഹുവിൻ്റെ ഖിതാബാകുന്ന ഹുക്മ് അള്ളാഹു അല്ലാത്തവർക്ക് മനസ്സിലാകണമെങ്കിൽ അള്ളാഹു അറിയിച്ചിട്ട് വേണ്ടേ? എന്നാൽ അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ അറിയിച്ചു കൊടുക്കുകയല്ല. അള്ളാഹുവിൻ്റെ അംബിയാ മുസ്ലിങ്ങളിലേക്ക് വഹിയായിട്ട് നൽകും. അപ്പം നമ്മളുടെ ശരീഅത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയായിട്ട് വന്നു. ആ വഹിയുടെ രണ്ട് മുഖങ്ങളാണ് വിശുദ്ധ ഖുർആനും ഹദീസും. ഈ ദാല് അഥവാ അള്ളാഹുവിൻ്റെ നഫ്സിയായ കലാമിൻ്റെ മേൽ അറിയിക്കുന്ന ദാലുകളാണ് വിശുദ്ധ ഖുർആനും ഹദീസും. ഇതാണ് പ്രമാണം. പക്ഷെ ആ പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ടുന്നുണ്ട്? ഇജ്മാഉം ഖിയാസും. അങ്ങനെ ഇജ്മാ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദീങ്ങൾ എല്ലാവരും ഒരു വിഷയത്തിൽ തീരുമാനമെടുത്താൽ അങ്ങനെ ശാഫിഹിക്കാവും, അങ്ങനെ അള്ളാന്റെ ഹുക്മോ ഇവർ തീരുമാനിച്ചല്ലേ. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് എങ്ങനെയാണ് ഈ കണക്ഷൻ വരുന്നത്? അതിന് ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകൾ ഒരു വിഷയത്തിൻ്റെ മേൽ ഏകോപിക്കണമെങ്കിൽ അതിനൊരു അവലംബം അവർക്കുണ്ടാവും, ഒരു മുസ്തനദ് ഉണ്ടാവും. ആ അവലംബം എന്തായിരിക്കാം? ഖുർആനാവാം, അല്ലെങ്കിൽ ഹദീസാവാം. അപ്പം പിന്നെ ഈ ഇജ്മാഇലൂടെ രൂപപ്പെടുന്ന ഹുക്കുമുകളുടെയും യഥാർത്ഥത്തിൽ അടിസ്ഥാനമായി വരുന്നത് എന്തു തന്നെ ആയിരിക്കും? ഖുർആനോ ഹദീസോ. അപ്പം അത് അല്ലാഹുവിൻ്റെ കിതാബിലേക്ക് മുട്ടും. പിന്നെന്താ ഉള്ളത്? ഖിയാസ്. അപ്പം ലഹരി പദാർത്ഥങ്ങൾ ഹറാമാണ് എന്ന് നമ്മൾ പറയും. ഹദീസിൽ ഹംറ് ഹറാമാണ് എന്നുള്ളതാണ് ഇതിന് തെളിവായിട്ട് കൊടുക്കുന്നത്. അപ്പം ഹംറ് എന്ന് പറഞ്ഞാൽ മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പദാർത്ഥത്തിനാണ് ഹംറ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അതല്ലേ ഹറാമാണെന്ന് ഈ ഹദീസ് കൊണ്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ ഹംറ് ഹറാമാവാനുള്ള കാരണം എന്ത് എന്ന് ആര് കണ്ടെത്തുന്നു? മുജ്തഹിദുകൾ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയിട്ട് ആ നിമിത്തം മറ്റൊന്നിലുണ്ടാകുമ്പോൾ അതിലെ വിധി ഇതിലൂടെ വെച്ചു കൊടുക്കും. അപ്പം ഇപ്പോഴത്തെ MDMA അത് ഹറാമാണ്. എന്താ? ആരാ പറഞ്ഞേ? അത് മുജ്തഹിദീങ്ങൾ. ഓലെങ്ങനെ പറഞ്ഞു? ഗവേഷണം ചെയ്ത് അള്ളാന്റെ ഹിതാബിലേക്ക് കണക്ഷൻ ആവണ്ടേ? അപ്പം അതിനെന്താ തെളിവ്? അത് ഹംറ് ഹറാമാണെന്നുള്ളത് ഹദീസ് തെളിവുണ്ട്. അപ്പം അതിനർത്ഥം എന്താ? ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ലഹരി വസ്തുവിനെ ഹംറിന്മേൽ ഖിയാസാക്കുമ്പോൾ ഹംറ് ഹറാമാണ് എന്നതിന് ഒരു തെളിവുണ്ടാവും. അതെന്തായിരിക്കും? ആയത്തും ഹദീസും. ഇവിടെ ഹദീസ്. അപ്പം മഖീസ് അലൈഹിയുടെ ദലീൽ ആണ് സത്യത്തിൽ ആരുടെയും ദലീല്? മഖീസിന്റെ. ഇപ്പോൾ ഉള്ള ഒരു ലഹരി പദാർത്ഥം ഹറാമാണ് എന്നുള്ളത് മഖീസാണ്. ഇതിന് ആരുടെ മേൽ ഖിയാസാക്കുന്നു? അപ്പൊ ഇതിന്റെ ദലീല് സത്യത്തിൽ ആരാ? മഖീസ് അലൈഹിയുടെ ദലീൽ. അപ്പൊ അതാരായിരിക്കും? ഖുർആനോ ഹദീസോ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ 4 പ്രമാണങ്ങളും എന്തിലേക്ക് മുട്ടും? അള്ളാഹിന്റെ ഹിതാബിലേക്ക്. ഈ അള്ളാഹുവിന്റെ ഹിതാബ് എന്ത് എന്ന് എന്താക്കി തരികയാണ്? മുജ്തഹിദുകൾ അവരുടെ പരിശ്രമത്തിന്റെ ഫലമായി നമുക്കെന്താക്കി തരുന്നു? മനസ്സിലാക്കി തരുന്നു. ആ മനസ്സിലാക്കുന്നതിൻ്റെ തർത്തീബും കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വരുന്ന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്താകുമ്പോൾ തങ്ങളുടെ ജീവിതകാലം മുതൽ ഇനി ഒരു നബി വരാനില്ല. അപ്പം അന്ത്യനാൾ വരെ വരുന്ന പ്രശ്നങ്ങളെ നിരൂപിച്ചുകൊണ്ട് അതിൻ്റെ വിധികൾ അവർ ഗവേഷണം ചെയ്ത് കണ്ടെത്തും. അവർക്ക് അന്നേരം ആവശ്യമൊന്നുമില്ലെങ്കിലും അവർ ഗവേഷണം ചെയ്ത് കണ്ടെത്തി വെക്കും. അങ്ങനെ അതിനെ ബാബായിട്ട് ക്രമീകരിക്കും. അയ്യാമുദ്ദജ്ജാൽ എന്ന് പറഞ്ഞൊന്ന് വരാനുണ്ടല്ലോ. അന്നത്തെ നിസ്കാരം എങ്ങനെയാണ്, നോമ്പ് എങ്ങനെയാണെന്നെല്ലാം അവർ അത് വരാനിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വിധികൾ കൂടെ ആര് കണ്ടെത്തുന്നു? ഈ മുജ്തഹിദുകൾ കണ്ടെത്തുന്നു. അങ്ങനെ ആരംഭം മുതൽ അവസാനം വരെ വേണ്ട കാര്യങ്ങൾ വെക്കുമ്പം അതിനൊരു പ്രത്യേക തർത്തീബ് വരും. ഇന്ന് ത്വഹാറത്ത് കൊണ്ട് തുടങ്ങി ഇങ്ങനെ കുറച്ച് ഇബാദാത്തുകൾ പറഞ്ഞ് അങ്ങനെ ഒരു ക്രമം. ആ ക്രമം വന്നപ്പോൾ അതിൻ്റെ രൂപമാണ് നമ്മളിപ്പോൾ പറയുന്ന ഫിഖ്. ഏത് ഫിഖായാലും, പക്ഷെ ഷാഫിഈ ഫിഖിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അതിനെ 4 പാർട്ടുകളാക്കി. ഒന്ന് ഇബാദാത്ത്,
2 3 4 ജിനായത്ത്. ഇതിലെല്ലാം ഉള്ളത് എന്താ? നേരത്തെ പറഞ്ഞ ഇമാമിൻ്റെ കൗലു അസ്ഹാബിൻ്റെ വജുഹുവാണ്. അങ്ങനെ എങ്ങനെ ദൈവി അല്ല മദഹബിൽ ശാഫിഈ വസ്വഖുന്നില്ല. അത് നോക്കണം. എന്തെല്ലോ നിനക്ക് റെക്കോർഡ് അതുകൊണ്ട് മിണ്ടിയാൽ. അപ്പോൾ ഇതിനെ ക്രമീകരിച്ചു. എന്നിട്ട് ആ ക്രമീകരണവും എന്തു ഗുണമാണ്. ഈ പരിശ്രമങ്ങളെല്ലാം നമ്മൾക്ക് ഗുണകരമാകുന്നത് പോലെ ഈ തരത്തിൽ അല്ലെങ്കിൽ ഇത് എവിടെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ കുറെ ഇങ്ങോട്ട് മറിക്കും, കുറെ അങ്ങോട്ട് മറിക്കും. ചില ഫത്വകളിൽ ഉണ്ടാവുമല്ലോ, ഇത് തർത്തീബ് അല്ലെങ്കിൽ നമ്മളത് നിരൂപിക്കൂലേ, ഇതൊന്നും ഉണ്ടാക്കിക്കൂടെ, തർത്തീബാക്കി എവിടെയാ നോക്കേണ്ടേ തിരിയൂലേ. അപ്പോൾ വിഷയങ്ങൾ പിന്നീട് വരുന്നവർ ഇത് നോക്കി പറയേണ്ടിയിട്ടാണ് ഈ അധ്വാനെല്ലാം അവർ എടുത്തു വെച്ചത്. നോക്കാണ്ട് പറഞ്ഞെങ്കിൽ ഈ ഒരു പണി കൊടുക്കട്ടെ. ആ പിന്നീട് വരുന്നവർ എന്താക്കി പറഞ്ഞോളണം, നോക്കി പറഞ്ഞോളൂ. അപ്പോൾ ഓരോ തർത്തീബാക്കി എന്നിട്ട് ഇബാദാത്തുകൾ എന്ന ഒരു ഭാഗം അതെവിടെ നാം തുടങ്ങുന്നത്. ഇബാദാത്തുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെയായിരിക്കും ഇസ്ലാം കാര്യം. നമ്മൾ ദീനിൻ്റെ 3 ഭാഗം ഒരു ഹദീസിലുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്നിട്ട് അഖ്ബിർനി അനിൽ ഇസ്ലാം അനിൽ ഈമാൻ അഖ്ബിർനി അനിൽ ഇഹ്സാൻ എന്നെല്ലാം പറഞ്ഞ് മറുപടിയെല്ലാം കൊടുത്ത് ഹദീസിൽ നിങ്ങൾ ആവശ്യമുള്ള രൂപത്തിൽ എഴുതി വെച്ചോ. എന്നിട്ട് ആരാ വന്നതെന്ന് ചോദിച്ചു. ജിബ്രീലു അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും. എന്തിനാ വന്നേ? നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാനാണ് വന്നത്. എന്താ? അന്നേരം ഇവിടെ പഠിപ്പിക്കപ്പെട്ട സംഗതിയാണ് ദീൻ. എന്താണത്? 3 ഭാഗം. ഒന്ന് ഈമാൻ, മറ്റൊന്ന് ഇസ്ലാം, മറ്റൊന്ന് ഇഹ്സാൻ. ഇത് ദീനിൻ്റെ 3 ഭാഗം. ഈ ദീനിൻ്റെ 3 ഭാഗങ്ങളിൽ ഈമാൻ എന്ന് പറയുന്ന വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യാനൊന്നുമില്ല, ഖൽബിനൊരു പണിയുണ്ട്, ആ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഈമാൻ കാര്യങ്ങൾ. അതാണ് നമ്മളെ അഖീദ എന്നുള്ള പേരിൽ നമ്മൾ പഠിക്കുന്നത്. ഈമാൻ കാര്യം, വിശ്വാസ കാര്യങ്ങൾ, ഇലാഹിയാത്ത്, നബവിയാത്ത്, സമഇയാത്ത്, ഇവകൾ കൂടിയ ഈ സമാഹാരത്തിനാണ് നമ്മളിപ്പോൾ എന്തെന്ന് പറയുന്നത് ഈമാൻ കാര്യം. അങ്ങനൊരു ഭാഗം ദീനിൻ്റേതുണ്ട്. അതും മറ്റൊന്ന് അഖ്ബിർനി അനിൽ ഇസ്ലാം. ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചാന്ന് പറയുമ്പോൾ എന്താ പഠിപ്പിച്ചു കൊടുത്തേ? അല്ലേ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ മാത്രമേ ഇസ്ലാം കാര്യമുള്ളൂ. അതിന് വിവിധങ്ങളായ ശാഖകളുണ്ട്, 70 ചില്ലാനും ശാഖകളുണ്ടെന്ന് അറിഞ്ഞില്ലേ. ഇതിൽ അതിപ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഏത് കാര്യങ്ങൾ? അതിൽ 4 കാര്യങ്ങളാണ് നമ്മളുടെ ഇബാദാത്തിൻ്റെ ഭാഗത്തിൽ ചർച്ച വരിക. 4 ഒന്നിപ്പോൾ എന്തെന്നാ? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇവിടെ എന്താ പണി? അത് ഇസ്ലാം കാര്യമാണ്. അതിൽ നമ്മളെന്നാ പണി? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയണം. ഇത് ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഒന്നാണ്. ഇസ്ലാം കാര്യം എല്ലാവർക്കും 5 അല്ല. പാരമ്പര്യ മുസ്ലിമുകൾക്ക് ഇസ്ലാം കാര്യം എത്രയേ ഉള്ളൂ? സത്യത്തിൽ 4 ഉള്ളൂ. അപ്പം പിന്നെ ഇത് ഇനി ഏറി വന്നാൽ എന്താണ് അവിടെ പണി? ഇത് തൊള്ളോണ്ട് മൊഴിയും ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഈ ചർച്ച ഇബാദാത്തിൻ്റെ ഭാഗത്ത് വരുന്നില്ല എന്ന് പറയാം. ഒന്ന് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. പിന്നൊന്ന്, ഇത് ആർക്കാണ് ഇത് ആവശ്യം? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നേരത്തെ വേറെ എവിടെയുള്ളത്? ഇസ്ലാമിലേക്ക് എന്താകുന്നു? കടന്നു വരും. നമ്മളെല്ലാം ഇപ്പം മാതാപിതാക്കൾ മുസ്ലിമായതിൻ്റെ പേരിൽ മുസ്ലിമായവരാണ്. ഇന്നെല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം. എന്നാൽ അയാൾ എന്താക്കണ്ടേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു. ഇസ്ലാമിലായ ഒരാൾ ഇന്ന് പുറത്തു പോയി, എൻ്റെ അയാൾ ഉള്ളിലേക്ക് വരണം. എന്നാൽ അപ്പോൾ പിന്നെ ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ ഷഹാദത്തു കലിമയുടെ ചർച്ച ഇബാദത്തിൽ കൊണ്ടുവരാതെ അതെവിടെയാണ് പറഞ്ഞത്? ജിനായാത്തിലാണ്. അതിന് ജിനായത്ത് പറഞ്ഞ ജിനായാത്തിൽപ്പെട്ട ഒന്നാണ് റിദ്ദത്ത്. അങ്ങനെ വന്നത് നമുക്ക് പിന്നെ പറയാം. മുർത്തദ്ദാവുക. മുർത്തദ്ദായാൽ നമ്മൾ പുറത്തു കൊണ്ടുവന്നേ.
പുറത്തു പോയ ഒരാൾ ഉള്ളിൽ. അപ്പം പിന്നെ ആടെ എന്താണ് ഒരു മുർത്തദ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ പറയേണ്ടത് എന്താണ് എന്ന ചർച്ച അവിടെ വന്നു. അപ്പം പിന്നെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന് എവിടത്തേക്ക് പോയി, ജിനായത്തിലേക്ക് പോയി. ആ കുറേയൊന്നുമില്ല അതിൻ്റെ ചർച്ച. പിന്നെന്തല്ലേ നിസ്കാരം 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 എന്ന് പറയുമ്പോൾ ആ നിസ്കാരം അതിന് കുറേ ഷർത്തുണ്ട്. ഷർത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആ നിസ്കാരത്തിൻ്റെ മുമ്പ് ഉണ്ടാകേണ്ടതാണ്. അപ്പം പിന്നെ ശുദ്ധീകരണം, ഇവിലക്ക് മുന്നിടൽ, ഔറത്ത് മറക്കൽ, സമയം, ഇതെല്ലാം എന്തിൻ്റെ മുന്നേ അങ്ങ് വരും, നിസ്കാരത്തിൻ്റെ മുമ്പേ അങ്ങ് വരും. അങ്ങനെ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ ഫർദുക്കാരും സുന്നത്തുക്കാരും ഈ കഥകളെല്ലാം പറഞ്ഞു മയ്യത്ത് നിസ്കാരം വരെ പറയും. ഇതാണിപ്പം ഇബാദാത്തിലെ അഥവാ ദീനിൻ്റെ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗമാകുന്ന അഖീദ. അതങ്ങനെ തന്നെ ഈ ഈമാൻ കാര്യങ്ങളിലുള്ള പേരിൽ പോയി. അതിൻ്റെ 2ാമത്തെ ഭാഗമാകുന്ന ദീനിൻ്റെ ഇസ്ലാം എന്ന ഭാഗത്തിലെ ഒന്നാണ് ഇപ്പം നമ്മൾ ഷഹാദത്ത് കലിമ. അത് ഈ തർത്തീബിൽ എവിടത്തേക്ക് വന്നു, ജിനായത്തിൽ. പിന്നെയുള്ള 4 കാര്യങ്ങളിൽ ഒന്ന് നിസ്കാരം. ആ നിസ്കാരം പിന്നെ ആ നിസ്കാരത്തിൻ്റെ ആമുഖം എന്നുള്ള നിലക്ക് വരേണ്ട കാര്യങ്ങൾ അതിൻ്റെ മുമ്പ് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ചെറുപ്പം അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? ഇല്ല, എല്ലാവരും ഒരേ ശരീരമല്ല പറഞ്ഞത്. ഏതായാലും നോമ്പ് 10 മീൻ എന്താ പറഞ്ഞത്? ഉറപ്പാ? ഇതൊക്കെ തോന്നുന്നവരുണ്ട്. നോമ്പ് കഴിഞ്ഞിട്ടല്ല വന്നതെന്നല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ്, അത് കഴിഞ്ഞ് ഹജ്ജോടുകൂടെ ഹജ്ജ് പറഞ്ഞിട്ട് പിന്നെ ആടെ കുറച്ച് ദബഹിൻ്റെ മസാലയെല്ലാം എന്തായിട്ടുണ്ട് അവിടെ അങ്ങ് പറഞ്ഞു. എടാ കൊണ്ടുവരുന്ന തന്നെ അങ്ങനത്തെ ഒരു വീട്ടിൽ അതിനായിട്ട് നിങ്ങൾക്കില്ലേ എടുത്തു ഇത് കൂടാണ്ടത് എന്താ പറഞ്ഞ ആ വർഷവും വരുന്ന അടിച്ചു വിചാരിച്ചത് എന്താ പറഞ്ഞു. അതിന് സത്യത്തിൽ ദബഹ്, ഇസ്തിയാദ്, ഈ കഥയെല്ലാം ഫുഖഹാവ് അവസാന ഭാഗത്താണ് പൊതുവെ. എനിക്കതിന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം പൊതുവായിട്ടാണ് ലേശം ഒന്ന് ഇളകിട്ട് കൊടുക്കും. ചാമ്പുന്നതുകൊണ്ടല്ലേ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ദബഹിന്റെ മസാലയും കൂടെ ഫതുഹുൽ മുഈൻ ഇപ്പൊ എവിടെയാ പറഞ്ഞത്? ഇബാദത്തിന്റെ ഭാഗത്താണ്. അവിടെ ഒന്ന് ഏതായാലും ഹജ്ജ് പറഞ്ഞപ്പോൾ ഹജ്ജിന്റെ അറിവുകൾ വരുമ്പോൾ ആ അർക്കാനൊരു മസാല പഠിപ്പിക്കേണ്ട. ഇപ്പൊ എങ്ങനെയാ അറിവ്? അതും കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെയാണ് ഈ മറ്റേനെല്ലാം ഇറക്കണ്ടേന്നങ്ങ് പറയാനൊരു സൗകര്യമുണ്ട്. അന്നലക്ക് അതാണ് പറഞ്ഞു. മറ്റൊന്ന് പോയി വിരോധപ്രതിയൊക്കെ കിതാബ് സ്വൈദി വദ്ദബാഹി എന്ന് പറഞ്ഞിട്ട് അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ഓർ പറഞ്ഞു കാണും, ഇത് ഒരു ജീവിയെ, ഒരു കോയിനെ നമുക്ക് തിന്നണമെന്ന് പൂതിയാൽ നമ്മളതിനെ തലവിരിച്ചിട്ട് പിടിച്ച് ജീവൻ പൊക്കിയിട്ട് തിന്നാൻ പറ്റുമോ? അറക്കണ്ടേ? അപ്പം ഈ അറക്കൽ എന്നുള്ളത് ഹലാലായ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളാ പണിയെടുത്തേ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആക്കിക്കൂടെ? ചിലപ്പോൾ നമ്മൾ അടുത്തൊരു കോഴിപ്പടിയുണ്ട്, അത് നമുക്ക് പറ്റാത്തതാണ്. എന്നാൽ കുറേ നടന്നിട്ട് പോകുന്നത് എന്തിനാ? മെനക്കേടല്ല. തൊലബുൽ ഹലാലി വാജിബുൻ. ഹലാല് തേടൽ വാജിബാണ്, ഫർള് ഐനാണ്. അതിനു വേണ്ടി നടത്തുന്ന യാത്ര അത് ഫർള് ഐനാണ്. പെണ്ണിന് ഫർളായ യാത്ര ഒറ്റക്കും പോവാം, ഭർത്താവും മഹ്റമൊന്നുമില്ലെങ്കിലും. ആ കൂട്ടത്തിൽ ഉസ്റൽ കരീമെല്ലാം പറഞ്ഞാണ് ഫർളായ യാത്ര എന്ന ഹജ്ജ് ഉംറ എന്നല്ല.
അത് വരുന്ന രൂപമുണ്ട്. അതിന് എല്ലാ ഉംറയിലോട്ട് വരുകയില്ല. സുന്നത്തായ രണ്ടാമത്തെ ഉണ്ടാവുമല്ലോ, അവിടെ പറഞ്ഞു കാണും ഈ പെണ്ണിന് ജീവിക്കാൻ മാർഗമില്ല, പണിക്ക് പോകണം. പണിക്ക് പോയിട്ട് ഹലാലുണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ട് ഇവൾ നാടിൻ്റെ ഉള്ളിൽ സൗകര്യമില്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ആ യാത്ര ഏതിൻ്റെ പരിധിയിൽ വരും? ഫർളായ പരിധിയിൽ വരും. എന്തുകൊണ്ട്? ഹലാല് തേടുന്നത് ഫർളാണ്. അപ്പൊ ഇബാദാത്തുകൾ ഫർള് ഐനായതിന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ വരുന്ന ഒന്നാണ് ഈ ദബ്ഹ് എന്നുള്ളത്. കാരണം അറക്കുന്നത് നമ്മൾ ഹലാല് തേടാൻ വേണ്ടിയിട്ടല്ലേ. അന്നലക്ക് ഫർള് ഐൻ എന്നുള്ള നിലക്കുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ് ചിലർ എവിടെ പറഞ്ഞത് ഇബാദത്തിന്റെ ഭാഗമായിട്ട് ആരെ പരാമർശിച്ചത്? ഈ അറബിന്റെ മസാല ഫത്വിന്റെ തർത്തീബ് അതായതുകൊണ്ട് ഞാനത് പറഞ്ഞത്. അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്തിലേക്ക് കടക്കും? മുആമലാത്ത്. എന്നാൽ പിന്നെ ജിനായത്തിലേക്ക് വെച്ച് ജിനായത്തൂടെ പറഞ്ഞിട്ടില്ല, രണ്ടാം സ്ഥാനം. അതല്ല, മുആമല, ഇബാദാത്തും മുആമലാത്തും തമ്മിലൊരു ബന്ധമുണ്ട്. ഇബാദാത്ത് എന്ന് പറഞ്ഞത് ആരുമായി ബന്ധപ്പെട്ടതാ? ഖാലിഖുമായിട്ട് ബന്ധപ്പെട്ടത്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതെല്ലാം ഖാലിഖ്. അപ്പൊ പിന്നെ ഖാലിഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഇനി ഖലായിഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടെ എന്ന നിലയിൽ ആരെക്കുറിച്ച് പറഞ്ഞു? അതാരുമായിട്ടാ? പടപ്പുകളുമായിട്ടല്ലേ. എന്നാൽ പിന്നെ മറ്റേതും മുനാക്കാത്തും പടപ്പുമായിട്ടല്ലേ ബന്ധപ്പെട്ടെ. പക്ഷെ അവിടെ മറ്റൊരു കാരണവും ചിലർ പറഞ്ഞിട്ടുണ്ട്. ഉഖ്റവിയായ തഹ്സീലാണ് എന്തിലൂടെ ഉദ്ദേശിക്കുന്നത്? നേട്ടമാണ് ഇബാദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മുആമലാത്താകുമ്പോഴോ ദുന്യവിയായ തഹ്സീലാണ്. പക്ഷെ അതിൽ യകൂന സബബൻ ലിതഹ്സീലിൽ ഉഖ്റവി. വെറുതെ തിന്നുന്നത് എന്തിനാ? തിന്നിട്ട് ക്ലാസ് എടുക്കണം, വീണ്ടും പഠിക്കണം. അപ്പൊ പിന്നെ അതെന്താവും? ലിയകൂന, അതിലേക്ക് മാത്രമല്ല യകൂന സബബൻ ലിതഹ്സീലിൽ ഉഖ്റവി. അപ്പൊ അന്നലക്ക് തഹ്സീലുൽ ഉഖ്റവിയ മാത്രം കുറവാകുന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം അതിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ എന്നുള്ളവർക്ക് എന്ത് പറഞ്ഞു? എന്നാൽ പിന്നെ മുനാക്കാത്തും എല്ലാം അങ്ങനെ തന്നെയല്ലേ, ഖലായിഖുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. പക്ഷേ ഒരു മനുഷ്യൻ്റെ ശഹ്വത്ത് എന്ന് പറയുന്നത് പള്ളൻ്റെ ശഹ്വത്തും ഉണ്ടാവും, ഫർജിൻ്റെ ശഹ്വത്തും ഉണ്ടാവും. ഇതിൽ ശഹ്വത്തുൽ ബത്നാണ് ലൈംഗികമായൊരു ശഹ്വത്ത് ഉണ്ടാണെങ്കിൽ തന്നെ ലേശെല്ലാം പള്ളായിരുന്നു. നേശിച്ച പിന്നെ ആയില്ലേ. പിന്നെ നോമ്പ് എൻ്റെ ശഹ്വത്ത് ഉണ്ടാവും കൂടുന്നെല്ലാം പറഞ്ഞില്ല, അതതിൻ്റെ ആദ്യമില്ല. പിന്നെ അതങ്ങ് തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് പള്ളൻ്റെ ശഹ്വത്താണ് എന്തിൻ്റെ ശഹ്വത്തിനേക്കാട്ടും തീർക്കേണ്ട ആവശ്യം ജനങ്ങൾക്ക് വരുക ഫർജിൻ്റെ ശഹ്വത്തിനേക്കാൾ. അപ്പൊ പിന്നെ പള്ളൻ്റെ ശഹ്വത്ത് തീരണമെങ്കിൽ പള്ള നിറയണം. പള്ള നിറയണമെങ്കിൽ എന്ത് തിന്നാലും പള്ള നിറയും. പക്ഷെ അങ്ങനെ ചെറിയ സമ്മതിക്കുന്നില്ല, എനിക്ക് പറ്റുന്നതേ തിന്നാം. അപ്പൊ പിന്നെ ഉടമാവകാശം ഒരാളിലേക്ക് വരാൻ, എനിക്ക് നിലവിൽ തൻ്റെ ഉടമാവകാശത്തിലുള്ളത് ഞാൻ എന്താ ലൈറ്റ് കിട്ടിയത്, അങ്ങനെയല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കയ്യിലുള്ളത് തൻ്റെ ഉടമാവകാശത്തിലേക്ക് വരുത്തി തിന്നുക. അതാണ് നേർക്ക് നേരെ പള്ളൻ്റെ ശവത്ത് തീർക്കാനുള്ള മാർഗം. അപ്പം അതിൻ്റെ മാർഗങ്ങളാണ് എഴുതാൻ പറയുന്നുണ്ടാവുക മുആമലാത്ത്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ബൈക്ക് എന്ന് പറയുമ്പോൾ എന്താ? സത്യത്തിൽ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ രണ്ട് വസ്തുവിൻ്റെ ഉടമാവകാശം കൈമാറപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ബൈക്ക്. ഞാൻ ഈ സാധനം 100 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉടമാവകാശം ആരിലേക്ക്? മറ്റൊരാളിലേക്ക് വരുന്നു. അയാളുടെ കയ്യിലുള്ള വിലയുടെ ഉടമാവകാശം ആരിലേക്ക് വരുന്നു? എന്തിനായി ഉടമാവകാശം എത്തിക്കുന്നത്? അല്ലാണ്ട് എല്ലാം എടുത്തു കൊണ്ടൂടെ? അത് പറ്റൂല. അപ്പൊ പിന്നെ നേർക്ക് നേരെ ആവണം പള്ളൻ്റെ ശവത്ത് തീർക്കുന്നത്. ആ തീർക്കുമ്പോൾ അതിനെന്തെല്ലാം ഉടമാവകാശം തന്നിലേക്ക് വരാനുള്ള മാർഗങ്ങൾ എന്ത്? ഇങ്ങനെ നമ്മൾ പഠിച്ച ഇൽത്തിറാരിയായിട്ട് ചില ഉടമാവകാശങ്ങൾ നമ്മളിലേക്ക് വരും. ഉപ്പാന്ന് മരിച്ച് അങ്ങനെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഉപ്പാന്ന് സ്വത്ത് നമ്മുടെ വീട്ടിലേക്ക് വരും. ഇഖ്തിയാരിയായിട്ട് ഉടമാവകാശങ്ങളെ നമ്മൾ ശരീരത്തിലേക്ക് നമ്മളുടെ നഫ്സിലേക്ക് വരുത്തിക്കുന്ന പണിയാണ് ഇപ്പം എന്ത്? നിങ്ങൾക്കൊരു സാധനം ഉടമാവകാശത്തിൽ ജീവിതത്തിൽ വന്ന കാര്യങ്ങളുടെ വഴികൾ ചിന്തിച്ചു നോക്കിയാൽ ഇപ്പം പരിപ്പോട ഉടമാവകാശത്തിലേക്ക് വന്നില്ലേ? അതെന്താ? സ്വതക്ക ഇബാഹത്താണെങ്കിൽ ഇപ്പൊ ഉടമാവകാശത്തിലേക്ക് വരില്ല, അടുത്തേന്റെ വരൂ.
ഇപ്പോൾ ഭാഷത്തുണ്ടെങ്കിൽ ഇതെല്ലാം കവറിലിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് പറ്റില്ല, ഇത് ഇവിടെ നിന്നല്ലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഭാഗത്താണെങ്കിൽ അപ്പം പിന്നെ എന്തും കാട്ടണ്ട, ഉള്ളവരെല്ലാം തൊള്ളയിലിട്ടിട്ട് എല്ലാം കൂടെ കവറിലാക്കി കൊണ്ടുപോകണ്ടാന്ന് ചിലവ് വിചാരിച്ചിട്ടാണ് എടുത്ത് അങ്ങ് മഹറജിൻ്റെ ഹാൻ്റെ മഹറജിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോഴേ എന്നിലേക്ക് വരൂ. അതിൻ്റെ അപ്പുറം പോയതും കൊണ്ടുപോയി. അപ്പോൾ മിൽക്ക് വരാനുള്ള വഴി നേർക്ക് നേരെ ആയിരിക്കണം, എന്നാലേ പള്ളപ്രശ്നം എന്താക്കാൻ പറ്റുള്ളൂ, നേർക്ക് നേരെ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പള്ളപ്രശ്നം തീർക്കണം എന്ന് ആളുകൾക്ക് കൊതി ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ ആവണം? ഹലാലായ രൂപത്തിലാവണമെങ്കിൽ എങ്ങനെയെല്ലാമാണ് ഉടമാവും. അപ്പം സ്വതക്ക വരും, പിന്നെ ബൈക്ക് വരില്ലേ, വാങ്ങിയിട്ട് ഇതുവരെയൊന്നും തിന്നില്ലേ? വാങ്ങുന്നതെല്ലാം തിന്നാനല്ല, അടിസ്ഥാനപരമായി എന്ത് വാങ്ങുന്നതും എന്തിൻ്റെയായിരിക്കും. വണ്ടി കച്ചവടം നടത്തുന്നതാവും തിന്നാനാന്ന് ചോദിച്ചാൽ അന്നേരം ഓനോട് ചോദിക്കണം എന്തിനാ ഇങ്ങനെ മക്കളെ പോറ്റണ്ടേ എന്ന്. അപ്പോൾ അതെന്തിനെ നേരെ അതല്ലെങ്കിലും അടുത്തയോ അതിൻ്റെ അപ്പുറത്തെയോ സ്റ്റെപ്പ് എഴുത്തേക്ക് തന്നെ ആയിരിക്കും. കുറേ വണ്ടി ഉണ്ടാവും, വണ്ടിക്ക് ഇങ്ങനെ ഒരാൾ വണ്ടി വാങ്ങിയിട്ടോ കച്ചവടം ചെയ്തിട്ട് പൈസ ഇങ്ങനെ അട്ടിക്ക് വെക്കുന്നു. പൈസ തീർന്നോന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കോ ബുദ്ധിയുള്ള അതെന്താ പിന്നെ. അപ്പം പള്ള പ്രശ്നം തന്നെയാണ് മുആമലാത്തിന്റെ മർമ്മം നടത്തി. പിന്നെ വേറെ എന്താ കടം വാങ്ങലില്ലേ? ഇരുപത്തി സ്വതക്ക ഹദിയ കർദ് പിന്നെ വഖഫ് ഉണ്ടാവുമല്ലോ. വഖഫും പള്ളിയും തമ്മിൽ മുത്രാദിഫൊന്നല്ലേ? വഖഫ് ആളുകൾക്ക് വഖഫ് ചെയ്യൂലേ? തെങ്ങും തോട്ടം ആളുകൾക്ക് വഖഫ് ചെയ്യുമ്പോൾ അത് വിളിക്കുന്ന ആൾക്കാരെ പണപ്രശ്നം തീർക്കാനുള്ള വകുപ്പായി അത് പിന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞു. തക്കാളിയാ ഇർസുമായിട്ട് തന്നെ പറഞ്ഞത്. ഇഫ്തിയാരി എല്ലാം കൂടെ പറഞ്ഞിട്ട് പിന്നെ മുഅമലാത്ത് അവസാനിപ്പിക്കുന്നത് എന്തിലൂടെ? ഇർസിലൂടെ തന്നെ. അവന് ഇഫ്തിയാരി അതിൻ്റെ മുമ്പുള്ള എല്ലാ ഇടപാടുകളും നിങ്ങൾ പരിശോധിച്ച് നോക്കും. എന്തിനാണ് ഈ ഇടപാട് എന്ന് ചോദിച്ചാൽ ഉടമാവകാശം നമുക്ക് കിട്ടണം. വസ്തുവിൻ്റെ ഉടമാവകാശം ആവാം, ചിലപ്പോൾ മംഫലത്തിൻ്റെ ഇജാറത്ത് എന്ന് പറയുമ്പോൾ ആരാൻ്റെ വണ്ടി വെറുതെ ഉപയോഗിച്ചുകൂടാ, അവനത് അനുവദനീയമായ രൂപത്തിലാവണം. എന്തിനാ ഉപയോഗിക്കുന്ന ആ ഒരു ചായ അടിക്കാനുണ്ട്. അപ്പോൾ പള്ള പ്രശ്നത്തിലേക്ക് എങ്ങനെയെങ്കിലല്ലേ ഇതങ്ങ് എത്തും. 5 ആലത്ത് സമ്മാനം അല്ല, അത് പിന്നെ അതിന് 2 വശമുള്ളതുകൊണ്ട് ഖാലിഖുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള നിലക്കുള്ള പരിഗണനയിൽ അങ്ങോട്ട് വന്നത്. അപ്പോൾ രണ്ടാമത് മുആമലാത്ത് പറയാൻ അത് പള്ള പ്രശ്നമാണ്. അപ്പൊ ശഹ്വത്തുൽ ബത്തൻ തീർക്കാനുള്ള വഴി അതെന്താണ്? ഹലാലായ രൂപത്തിൽ നമ്മളിലേക്ക് സമ്പത്തെത്തിക്കുക. ഇതാണ് മുആമലാത്ത്. ഇനി മറ്റൊന്ന് മുനാക്കാത്ത്. പള്ള പ്രശ്നം തീർന്നാൽ പിന്നെ ഫർദിന്റെ പ്രശ്നം വരും. ഫർദിന്റെ ശഹ്വത്ത് തീർക്കണമെങ്കിൽ എന്താകേണ്ടി വരും? വീട്ടണമെങ്കിൽ അതിന് 2 മാർഗ്ഗമേ ശറഅ് വെച്ചിട്ടുള്ളൂ. നമ്മുടെ ബോധത്തോടു കൂടെ ഒന്ന് കല്യാണം കഴിക്കുക, മറ്റൊന്ന് അടിമ സ്ത്രീയെ വാങ്ങി വത്തൂരി. ഇതാണ് ലൈംഗിക വികാരം തീർക്കാൻ അല്ലാഹു തആല നമുക്ക് ഉണർവിൽ അനുവദിച്ചു തന്ന മാർഗം. അപ്പൊ പിന്നെ ഈ ബോധി മനുഷ്യന്മാർക്കുണ്ടാവും, അതിന്റെ പരിഹാരം പറയണ്ടേ? അവനെന്ത് വേണം? നിക്കാഹ്. അപ്പൊ മുനാക്കാഹത്ത് എന്നുള്ളൊരു ഭാഗം എടുത്തിട്ട് ആദ്യം എന്താക്കും? അതെ ഡ്രസ്സറോടെ നിക്കാഹ് ചെയ്യണം. അപ്പൊ നിക്കാഹ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് പറയണം. പിന്നെ നിക്കാഹ് ചെയ്താൽ അതിന് മഹർ കൊടുക്കണം. മഹറിന്റെ കഥ പറയണം. പിന്നെ 1 കെട്ടിയാൽ മതിയാകത്തൊരു ചിലപ്പോൾ എന്ത് കെട്ടേണ്ടി വരും? 2 കെട്ടേണ്ടി വരും. അന്നേരം കസ്മ പറയേണ്ടി വരും. പെണ്ണിട്ടുമ്പോൾ പിന്നെ പിണങ്ങും, പിന്നെ ഉഷൂത് പറയേണ്ടി വരും. പെണ്ണിട്ട് പിന്നെ ചിലവ് കൊടുക്കണം. അന്നേരത്ത് എന്ത് പറയണം? പറയണം. അങ്ങനെ അങ്ങ് പോയിട്ട് പിന്നെ കെട്ടിയ പെണ്ണിനെ എപ്പം വെച്ച് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ തൊലാക്ക് വേണ്ടി വരും. തൊലാക്ക് എഴുതിയാൽ അടുത്ത ആൾക്ക് ആരുടെ ശഹ്വത്ത് പൂർത്തിയാക്കാൻ പോയില്ലെങ്കിൽ ഇവളെ കെട്ടേണ്ടി വരും. അവർ പിന്നെ ഇതായി ചെയ്യേണ്ടി വരും. ഇങ്ങനെ പോയിട്ട് തന്നെ ആ ഫർജിൻ്റെ ശഹ്വത്തുമായിട്ട് ഇങ്ങനെ കറങ്ങിക്കിടക്കും. എന്തെന്ന് മുനാക്കാഹത്ത്.
എൻ്റെ ഇടയിൽ കൊണ്ടിട്ട് അവസാനിക്കുന്നത് നഫക്കയിലാണ്. അതല്ല നഫക്കയിൽ അവസാനിക്കുന്നത്, അത് ഓക്ക് ചിലവ് കൊടുക്കണ്ടേ പെണ്ണിട്ടേച്ച. ഇവൻ്റെ ഫർജിൻ്റെ ശൈവത്ത് തീരുമ്പോൾ ഓളെ വള്ളപ്രശ്നവും ഇവൻ തീർത്തു കൊടുക്കണം. അതിൻ്റെ നഫക്കയുടെ കഥ എവിടെ പറയും? രാമനാഥ് പറയും. നഫക്ക പറഞ്ഞപ്പം പിന്നെ ഇവർക്ക് നഫക്ക ഒരാൾക്ക് ഉജൂബാവാനുള്ള സബബുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിക്കാഹ്, മറ്റൊന്നാണ് എന്ത്? ഖറാബത്ത്. ഉപ്പ മക്കൾക്ക് ചിലവ് കൊടുക്കണ്ടേ? അതേത് പേരില്ല? ഖറാബത്ത് എന്ന അടിസ്ഥാനത്തിൽ മക്കൾ ഉപ്പാക്ക് ചിലവ് കൊടുക്കണം. അതേത് പേരില്ല? ഖറാബത്ത്. അതൊരു സബബാണ്. മറ്റൊന്ന് മിൽക്കും സബബാണ്, നഫക്ക കൊടുക്കാൻ. നമ്മുടെ കോഴിക്കും ആട്ടിനെല്ലാം അല്ല ചിലവ് കൊടുക്കണ്ടേ? അപ്പം പിന്നെ നഫക്ക ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മുനാക്കഹത്ത് പറയുമ്പോൾ വിശദീകരിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ആരുടെ നഫക്കൻ്റെ കഥയങ്ങ് പറയും. അപ്പം ജീവികൾക്ക് ചെലവിന് കൊടുക്കേണ്ട കഥയിൽ എവിടെയാ പറയുക? മുനാക്കഹത്തില. ഇത് ഞാൻ പറയുന്നില്ല, ഇത് എവിടെയാ നോക്കണ്ടേ നമുക്കൊരു ഐഡിയ ഇട്ടുണ്ടേ. അപ്പം അതിനാണ് ഒരു ഫിഖിനൊരു മദിനത്തുണ്ടാവും. ഒരു വിഷയം വരുമ്പോൾ ഇതെവിടെയാ ഉണ്ടാവുക. അപ്പം അതിന് ഒരു ധാരണ ഉണ്ടാക്കി തീർക്കാനാണ് പറയുന്നത്. അങ്ങനെ അത് എവിടെ അങ്ങ് അവസാനിക്കും? നഫക്ക കൊണ്ട് അവസാനിക്കും. പിന്നെ എന്നാൽ അടുത്തുള്ള പള്ളപ്രശ്നവും തീർന്ന് ഫർജിൻ്റെ പ്രശ്നം തീർന്ന പിന്നെ ഓൻ ആളുകൾ കുതിര കയറാൻ തുടങ്ങും. പിന്നെ ഓനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ഇപ്പം ഈ രാത്രി ഫുള്ള് കളിക്കുന്നൊരു ടീമില്ലേ, ഓരാരാ? പൈസക്കാരായ ഉപ്പമാരുടെ മക്കൾ. കാരണം മറ്റൊരു രാവിലെ പണിക്ക് പോകണം. ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പിന്നെ ഓർക്ക് ഇത് മറ്റൊരു ഫുള്ള് ഉറക്കം കഴിഞ്ഞിട്ട് എന്താക്കും? ഒരു രാവിലെ പോയിട്ട് കിടന്നുറങ്ങും. വേറെ തിന്നണ്ടേ? അതുപോലെ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പ്രശ്നം തീരുമ്പോഴാണ് എന്താവുക? ഈ ലൈംഗിക കേസിലും മറ്റേതെല്ലാം പിടിക്കപ്പെടുന്നവരിൽ നിന്നിപ്പം ജീവിക്കാൻ മാർഗം ഉണ്ടാവുക. നല്ല ആട്ടേക്ക് പോയപ്പോൾ എന്തെങ്കിലും ഓന അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഫർജിൻ്റെ ശഹവത്തും പിന്നെ എന്തും വള്ളൻ്റെ ശഹവത്തും തീർന്ന് കഴിയുമ്പോൾ ആളുകളുടെ മേൽ കുതിര കയറാൻ തുടങ്ങും. അതുതന്നെയാണ് ജിനായാത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്ന മറ്റുള്ളവരുടെ മേലുള്ള കടന്നുകയറ്റം. അത് ഒരു 5 തരത്തിൽ അല്ലെങ്കിൽ 6 തരത്തിലുണ്ടാവും. ഒന്ന് ജിനായാത്തുൻ അലൻ നഫ്സ് ഉണ്ടാവും, മറ്റുള്ള ആളുകളുടെ മേലുള്ള കടന്നുകയറ്റം. അതാണ് ആക്രമണം, കൊല്ലല്, കുത്തല് എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ജിനായാത്തുൻ അലൽ അഖലുണ്ടാവും. നമ്മൾ അൽ കുല്ലിയാത്തുൽ ഹംസ് എന്നിട്ട് മറ്റേ വേറെ കുല്ലിയാത്തുൽ ഹംസ് ഇത് നഫ്സ്. അതേപോലെ അഖലിൻ്റെ മേലുള്ള കടന്നുകയറ്റം. അക്കലിൻ്റെ മേലിൻ്റെ കടന്നേറ്റം എന്ന് പറഞ്ഞാൽ ഓനിക്ക് അല്ലാഹു തആല അക്കൽ കൊടുത്ത് ഓൻ്റെ ശഹവത്തും വള്ളലായാലും പിന്നെ ഓൻ ലഹരി ഉപയോഗിക്കുന്നു. അത് ഓൻ്റെ അക്കലിൻ്റെ മേലുള്ള കടന്നു കയറ്റാണ്. അന്നേരം അത് മോശം. കാരണം ഈ കുല്ലിയാത്തുൽ ഹംസിനെ എന്താക്കണം? സംരക്ഷിക്കണം. ആ സംരക്ഷിക്കുമ്പോൾ കുല്ലിയാത്തുൽ ഹംസിനെ സംരക്ഷിക്കണമെങ്കിൽ എന്തു വേണം? ഇതിൻ്റെ മേലിൽ ആക്രമണം നടത്തുമ്പോൾ അതിന് ശിക്ഷ വെക്കണം. അപ്പം ജിനായാത്തുൻ അലൻ നഫ്സ് എന്ന് വരുമ്പോൾ അതിന് പ്രതികാര ശിക്ഷ വരും, അങ്ങനെ കിസാസ് വരും. മറ്റത് ജിനായാത്തുൻ അലൽ അഖൽ, അന്നേരം ലഹരി ഉപയോഗിച്ചാൽ അതിനാവശ്യമായ ശിക്ഷ വരും. പിന്നെന്നാ ദീൻ സംരക്ഷിക്കേണ്ടതാണ് നമ്മൾ. ജിനായാത്തുൻ അലൽ ദീൻ, ദീനിൻ്റെ മേലുള്ള ആക്രമണമാണ്. അല്ലാഹു തആല നമ്മൾക്ക് ഇസ്ലാം തന്നിട്ട് അത് വേണ്ടാന്ന് വെച്ച് പോവൽ ജിനായാത്തുൻ അലൽ ദീനാണ്. അപ്പോൾ പിന്നെ ഇത് എന്തിനാ മുർത്തത്തിന് ഇത്ര കഠിനമായ ശിക്ഷ? ആള് മുർത്തത്താവാതിരിക്കാൻ. ശിക്ഷകളെല്ലാം അങ്ങനെ തന്നെയല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ചന്തയിലുള്ള ഒരു പോലീസ് നമ്മളാ തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് മുത്തലാഖ് നിരോധിച്ച സമയത്ത് അയാൾ 3 തലാഖ് ചെല്ലിയാൽ ഇസ്ലാമിൻ്റെ നിയമം എന്താ? ആ പെണ്ണിനെ കെട്ടണമെങ്കിൽ ഓളെ വേറൊരാൾ കെട്ടിയിട്ട് വധു ചെയ്തിട്ട് അയാൾ ഒഴിവാക്കിയിട്ട് എന്താക്കണം? ആദ്യത്തെ ആൾ കെട്ടണ്ടേ? അപ്പം 3 തലാഖ് ചെല്ലൽ ഒരു മോശപ്പെട്ട പരിപാടിയാണ്. അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് ആര്? 3 തലാഖ് ചൊല്ലി ഞാനുണ്ടോളെ എൻ്റെ അനക്ക് അടുത്ത നിമിഷം തന്നെ വേറെ എവിടെയും കെട്ടിക്കൂടെ? അപ്പം ഈ കുറ്റകൃത്യം ആര് ചെയ്ത്? ഇവൻ ചെയ്ത്. എന്നിട്ട് ഇതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നത് ആര്? ഈ പെണ്ണല്ലേ. അയാളുടെ ഭാഷ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഓളെ ഇനി എന്താക്കണമെങ്കിൽ വേറെ ഇവനേതായാലും ഒഴിവാക്കി വേറൊന്ന് കെട്ടാനൊരു നല്ലൊരു ആലോചന വന്നേരം അല്ല, അങ്ങനല്ലേ. ഇവൻ തന്നെ കെട്ടണമെങ്കിൽ അല്ല ഓൾക്ക് തന്നെ തോന്നി നമുക്ക് ഓരോട് തന്നെ പൊരുത്തപ്പെട്ട് ജീവിക്കണോ. ആ
അങ്ങനെ തോന്നിയാൽ അവളോട് പറഞ്ഞത് പറ്റൂല, ഇന്നെ വേറെ ആളെന്താക്കണോ. അതെല്ലാം ഇപ്പോൾ ഓളെ ഉപ്പ ഒരുക്കണ്ടേ, ഓളെ വലിയ ഇത് ആർക്കുള്ള പ്രവീണനം. സത്യത്തിൽ അങ്ങനല്ല. 3 തലാഖും ചൊല്ലാണ്ടിരിക്കാനാണ്. എടാ അഥവാ ഇനി 3 തലാഖും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കോടെ കിട്ടണമെങ്കിൽ ഈ ഇത്രയെല്ലാം പണിയുണ്ട്. അതുകൊണ്ട് ഇനി എന്താക്കണ്ട, 3 തലാഖ് ചെല്ലാതിരിക്കാനുള്ള ഒരു ശിക്ഷയാണ് സത്യത്തിൽ എന്ത്, ഓളെ വേറൊരാൾ കെട്ടി ഒഴിവാക്കിയിട്ടേ എനിക്ക് പറ്റൂ. ഒരു മാന്യതയുള്ള ഒരുത്തനൊന്നും വേറൊരാൾ കെട്ടി എന്നിട്ട് ഒഴിവാക്കിയ പെണ്ണിനൊന്നും പിന്നെ കെട്ടാൻ നിൽക്കില്ല. അപ്പം ഈ പണിക്ക് നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് തന്നെയാണ്. അത് സത്യത്തിൽ ശിക്ഷ ആർക്ക് തന്നെയാണ്. ചില ഘട്ടങ്ങളിൽ അത് മറ്റൊരു രൂപത്തിൽ അത് മാറുന്നത് മാത്രം. ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയിട്ട് ഇടിച്ചിട്ട് നമ്മളെ തലയിൽ പോയി എന്നിട്ട് ഫൈനോ, അന്നേരം വേണം നമുക്ക് ചോദിച്ചൂടെ. അല്ലെങ്കിൽ എൻ്റെ ഹെൽമെറ്റും പോയി എൻ്റെ തലയിൽ പോയി എന്നിട്ട് ഫൈനോ, അതിന് അതങ്ങനല്ലേ. ഇനി പോകുമ്പോൾ എൻ്റെ തലക്ക് കുഴപ്പം വരരുത്, ആ തല ഉണ്ടാവുമെങ്കിൽ അല്ലെങ്കിൽ ഇത് വിചാരിച്ചിട്ട് മറ്റുള്ളവർ അവരവരുടെ തല എന്താക്കണം. അപ്പം തല സംരക്ഷിക്കാൻ തന്നെ അല്ലാണ്ട് ഇവൻ്റെ നഫ്സിലേക്ക് നോക്കുമ്പോൾ ഇവൻ അങ്ങനെ ചിന്തിച്ചൂടെ. ഇപ്പം നല്ല ആയത് ഹോസ്പിറ്റലിലെ പൈസ, ഹെൽമെറ്റ് പോയത്, വണ്ടീൻ്റെ പൈസ, പിന്നെ ഹെൽമെറ്റ് ഇടാതെ പോയതിൻ്റെ ഫൈനും, ഈ അതാ എല്ലാം കൂടെ എനിക്കാന്ന് ചോദിച്ചാൽ അപ്പം അത് രക്ഷക്കല്ലേ. അപ്പം സത്യത്തിൽ ജിനായാത്ത് എന്ന് പറയുന്നത്, ജിനായാത്തുന്നല്ല ദീ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിലുള്ള ശിക്ഷ എന്തിനാ, മുഹത്തത്താവാതിരിക്കാൻ. അല്ലാതെ നമ്മൾ മുഹത്തത്തിൻ്റെ ഹുക്കുമുകൾ വരുമ്പോൾ വിചാരിക്കും ഇപ്പം ഇത്ര സ്ട്രോങ് ഓൻ്റെ മുഹത്തത്തിൻ്റെ കാലയളവിൽ പിരാന്തായിട്ട് അക്കാലത്ത് കഥമായ നിസ്കാരം വരെ എന്താക്കണോ കഥ വിട്ടണം. ഇങ്ങനെയുള്ള പറഞ്ഞ ഇനിയും വരുമോ, അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. ഇങ്ങനെല്ലാം ഉണ്ടാവും. അഥവാ പോയാൽ അവിടെ ഉണ്ടാകാൻ നിൽക്കണ്ട, പോകാൻ നിൽക്കണ്ടെന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ജിനായാത്തുൽ നലൽ ലഫ്സ്, ജിനായാത്തുൽ നലൽ അഖല്, ജിനായാത്തുൽ നലൽ ദീൻ, ജിനായാത്തുൽ നലൽ മാലുണ്ടാവും. നമ്മളെ സ്വത്തും ആരാൻ്റെ സ്വത്തും എല്ലാം സംരക്ഷിക്കണം. ഒരു കട്ടെടുക്കുന്നു, ഹോസ്പിറ്റൽ ചെയ്യുന്നു, അന്നേരം ഇത് ജിനായാത്തുൽ നലൽ മാലല്ലേ. അപ്പം അതിന് ശിക്ഷ വെക്കും. പിന്നെ നല്ല മാനം, മാനത്തിൽ ഏറ്റവും മോശം എന്ത്, വ്യഭിചാരോപണം. അപ്പം ബാക്കി കുറ്റങ്ങൾ ആരോപിക്കുന്നത് പോലെ തന്നെ എന്ത്, വ്യഭിചാരോപണം. അത് ഭയങ്കര സംഭവിക്കല്ലോ, ഒരിക്കലും അത് മാറൂലല്ലോ. അപ്പോൾ ഒരു മാറാതെ കിടക്കും. അതുകൊണ്ടാണ് അത് ഈ ജിനായാത്തുന്നൽ എറുതിൻ്റെ മേലിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് എന്തെന്ന ഖദഫ്, വ്യഭിചാരോപണം. അത് മുന്നേറെ വന്നത് പിരിച്ചുവിടുമ്പോൾ റിസൾട്ടിന് പിരിച്ചുവിട്ടൊരു കമ്മിറ്റിക്കാരോട് പുരയിലേക്ക് പിടിച്ചിട്ട് കാരണം ഒന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് പിടിച്ചു നൂല് വിചാരിക്കും ഇത് വേറെ എവിടെയോ ആരും പിടിച്ച് തോണ്ടിയിട്ടാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതല്ലാന്ന് വിചാരിക്കുമല്ലോ. അപ്പം അത് അത്രയും മാനക്കേടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആ മാനക്കേട് മറ്റുള്ളവർക്കെതിരെ ആരോപിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ആരോപണം നടത്താൻ. ഒരു വീണ്ടെടുക്കാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പം അതുകൂടെ പറയും. അപ്പം ഇനി ഈ കുറ്റകൃത്യങ്ങൾ, ഈ ജിനായാത്തുകൾ ഇല്ലാതിരിക്കാൻ അതിനാവശ്യമായ ശിക്ഷകൾ വേണം. അപ്പോൾ ശിക്ഷകൾ പറയും. പക്ഷേ ഈ ശിക്ഷകൾ വ്യക്തികൾ കയ്യിലെടുത്താൽ ഇതെന്തല്ലോ ആവും. അപ്പം പിന്നെ ആര് വേണം? ഖാദി വേണം. അപ്പം പിന്നെ ഖദാ എന്ന ഒരു വിഷയം എവിടെ വരുന്നു? ജിനായാത്തിൽ വരുന്നു. അങ്ങനെ ഖദാ വരുമ്പോൾ ഒരു ഖാദിക്കും അയാളുടെ ഇച്ഛക്കനുസരിച്ച് വിധിവാസാക്കാൻ പറ്റൂലല്ലോ. സാക്ഷികൾ വേണ്ടേ? അപ്പോൾ ഷഹാദത്ത് വേണം, ഷഹാദത്തിൻ്റെ യോഗ്യത പറയണം. അങ്ങനെ ആ ചർച്ച പിന്നെ ഇടങ്ങ് വരും. ഇപ്പോൾ തന്നെ ഉണ്ടാവുക ജിനായത്തിൽ ഇടങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? ഷഹാദാത്തും ബയ്യിനാത്തും ഖദാവും ഈ വിഷയങ്ങളല്ലേ. പിന്നെ ഒരു ശുഭസൂചകമായിട്ട് അവസാനം ഇതുകൊണ്ടങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ ഒരു കിതാബുൽ ഈമാനല്ല, കിതാബുൽ ഐമാനുണ്ട്. അതെന്നാ അത് ഈ തർക്കങ്ങൾ വരുമ്പം സത്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ കള്ളസത്യത്തിൻ്റെ ഗൗരവവും ശരിയായ സത്യത്തിൻ്റെ ആവശ്യകതയും എല്ലാം പറയണം. അതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? തർക്കമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ തർക്കം വളരെ കൂടുതൽ വരുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് ജിനായാത്ത്. കാരണം അവിടെ ശിക്ഷാ നടപടികൾ ശിക്ഷകൾ നടപ്പിലാക്കേണ്ട കേസല്ലേ. അങ്ങനെ ഒരു എഴുത്താക്കൊണ്ട് അവസാനിപ്പിക്കും. ഇതാണിപ്പം ദീനിൻ്റെ 1/3 ഭാഗമാകുന്ന ഫിഖ്ഹിൻ്റെ തർത്തീബ്. ഇനി ദീനിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. എന്ത്? ദാക്കും യുഅല്ലിമക്കും ദീനക്കും എന്ന് പറഞ്ഞതിലുള്ളതല്ലേ ഇഹ്സാൻ. അതാണ് തസവ്വുഫ്. അപ്പം ദീൻ എന്ന് പറഞ്ഞാൽ അന്നിരുന്ന അഖീദയും ഫിഖ്ഹും തസവ്വുഫും അല്ലേ. ഫർദ് എന്താ? അതിസ്സലാത്തു അതിന് മുമ്പ്
തഅല്ലമൻ തഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅത. നിന്റെ ത്വാഅത്തുകളെ ശരിപ്പെടുത്തുന്ന ഇൽമിന് പഠിക്കണം. അപ്പം ഫിഖ്ഹിൽ നിന്നും ഒരു ഭാഗം നമ്മൾ പഠിക്കൽ എന്തായി മാറും? ഫർദ് ഐനായി മാറും. നമ്മുടെ ത്വാഅത്ത് ശരിയാവാനുള്ളൂ. ഈ ത്വാഅത്ത് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ മസാല മാത്രമൊന്നുമല്ല, നമ്മൾ ഇടപെടുന്ന കർമ്മങ്ങളുടെ വാഹിറായ അഹ്കാമുകൾ പഠിച്ചിരിക്കൽ ഫർദ് ഐനാണ്. അത് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. കച്ചവടത്തിന് മുതിരുന്ന ഒരാൾ കച്ചവടത്തിൻ്റെ വാഹിറായ മസാല പഠിച്ചിരിക്കൽ എന്താ? ഫർദ് ഐനാവും. ഒരു ചങ്ങായി ഇങ്ങനെ പ്രായപൂർത്തിയാവുമ്പോൾ തന്നെ എല്ലാം കൂടെ ഫർദ് ഐനാവലല്ല. നിസ്കാരത്തിൻ്റെ സമയമാകുന്നത് നിസ്കാരത്തിൻ്റെ മസാല പഠിക്കണം. പിന്നെ കച്ചവടം ചെയ്ത് സക്കാത്ത് നിർബന്ധമാകുന്ന സമ്പത്തുകൾ കൈവശം വരുമ്പോൾ സക്കാത്തിൻ്റെ മസാല പഠിക്കണം. ഹജ്ജിന് ശേഷി ഉണ്ടാവുമ്പോൾ അതിൻ്റെ മസാല പഠിക്കണം. അങ്ങനെ വളർന്നു വരുന്നതും സാഹചര്യങ്ങളുടെ മാറ്റത്തിനനുസരിച്ചും ഏതിൻ്റെ ഫർദ് ഐനായ ഉലൂമുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ അത് പഠിക്കാതെ ആ കർമ്മത്തിലേക്ക് മുന്നിടാൻ പറ്റുമോ? അത് പറ്റൂല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യജൂസു ലിഅഹദിൻ, ഒരാൾക്കും പറ്റൂല അയ്യുഖദിമ അലാ അംരി, ഒരു കാര്യത്തിലേക്ക് മുന്നിടാൻ പറ്റൂല ഹത്താ യഅലമ ഹുക്മല്ലാഹി ഫീഹി, ആ വിഷയത്തിൽ എന്തറിയണം? അള്ളാന്റെ ഹുക്മ അറിഞ്ഞാലേ ആ കർമ്മത്തിലേക്ക് മുന്നിടാൻ പറ്റൂ. അവിടെ ലാ യജൂസു ലിഅഹദിൻ അയ്യുഖദിമ അലാ അംരിൻ, ഒരു കാര്യത്തിലൊന്നും അറിയിച്ചു തരാൻ പറ്റൂല. അതിൽ അള്ളാന്റെ തീരുമാനം എന്താണെന്ന് ഓനെന്താക്കണം? അറിയണം. അപ്പൊ ഇടപെടുന്ന കാര്യങ്ങളുടെ വാഹിറായ അഹ്കാമുകൾ പഠിക്കുന്നത് എന്തായി മാറും? ഫർദ് ഐനായി മാറും. അതാണ് നമ്മൾ പഠിക്കൽ നിർബന്ധമുള്ള ഫർദ് ഐനിന്റെ ഒരു ഭാഗം. അതാണ് ആ വൈദ്യുതി പറഞ്ഞത്, വതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅത. അപ്പൊ ദീനിന്റെ 3 ഭാഗമാകുന്ന ആ ഭാഗത്തിലെ എല്ലാ ഭാഗത്തിൽ നിന്നും അല്പം നമ്മൾ പഠിക്കൽ എന്തായിരിക്കും? ഫർദ് ഐനായിരിക്കും. അത് ഫർദ് കിഫായ വരുന്ന രൂപം ഉണ്ടാവും, സുന്നത്ത് വരുന്ന രൂപം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ വതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅത വഅഖീദതൻ, അഖീദ ശരിപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളെയും പഠിക്കൽ എന്താണ്? ഫർദ് ഐനാണ്. അപ്പൊ അഖീദയിൽ നിന്നും ഒരു ഭാഗം പഠിക്കൽ എന്താണ്? ഫർദ് ഐനാണ്. പിന്നെ വമുസക്കിയൽ ഖൽബി, ഖൽബിനെ തസ്കിയത്ത് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളെയും പഠിക്കൽ എന്താണ്? അപ്പൊ ഇൽമു തസവ്വുഫിൽ നിന്നും ഒരു ഭാഗം പഠിക്കൽ എന്തായി മാറും? ഒരു ഭാഗം തന്നെ ഇവനിക്ക് എന്ത് അസുഖമുള്ളത് ഖൽബിന്റെ, ആ അസുഖം മാറ്റാനുള്ള കാര്യം പഠിക്കൽ. ദേഷ്യം പിടിക്കുന്നവൻ എങ്ങനെയാ ദേഷ്യം മാറ്റുക എന്നുള്ള മസാല അത് അതിൻ്റെ ആത്മീയ വഴി പഠിക്കൽ എന്തായി മാറും? അതല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞേ, അത് പഠിക്കൽ നിർബന്ധമാവൂല ആർക്ക്? സലീമായ ഒരു കൽബ്. മോൾക്ക് വദബ് എന്താണെന്നറിയില്ല, ഇബത്ത് എന്താണെന്നറിയില്ല, ആളോട് കിബറില്ല, റിയാ ഇല്ല, അങ്ങനത്തെ സലീമായ കൽബോടുകൂടെ പടക്കപ്പെട്ട് അന്നലക്ക് വളർന്നു വരുന്ന ഒരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ ഇതൊന്നും പഠിക്കണ്ട. കാരണം പഠിച്ചിട്ടുണ്ടാവേണ്ടത് പഠിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. ഒരു പഠിച്ചുണ്ടാക്കണ്ട അല്ലേ പറയുന്നേ. അതേസമയം അന്നമല്ലം യുർസഖ് ഖൽബൻ സലീമൻ, ഇതെവിടെയാ പറഞ്ഞത്? കിതാബു സിയറിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫർദ് ഐനായ ഉലൂമുകളും ഫർദ് കിഫായയായ ഉലൂമുകളും വിശദീകരിക്കുന്ന ഭാഗത്ത് ഫർദ് ഐനായ ഉലൂമുകളിൽ പെട്ടതാണ് ഇങ്ങനെ വിവിധങ്ങളായ കൽബിൻ്റെ അസുഖമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നീക്കാൻ ആവശ്യമായ ആത്മീയ കാര്യങ്ങൾ പഠിച്ച് അത് നീക്കാനുള്ള പരിശ്രമം നടത്തൽ എന്തായി മാറും? അപ്പം ഇൽമു തസവ്വുഫിൽ നിന്നൊരു ഭാഗം പഠിക്കൽ ഫർദാണ്, ഇൽമുൽ ഫിഖ്ഹിൽ നിന്നൊരു ഭാഗം പഠിക്കൽ ഫർദാണ്, എന്തിൽ നിന്നും? ഇൽമുൽ അഖീദയിൽ നിന്നും. പിന്നെ അതിനപ്പുറമുള്ളത് ഫർദ് കിഫായയും സുന്നത്തല്ലാകുന്ന രൂപം. അതാ പിന്നെ അവസാനം അതിൻ്റെ ബാക്കിയെന്താ? ഫർദു ഐനി വരിഫൻ. അതൊക്കെ അറിയോ? അവർക്ക് ഇവിടെയൊക്കെ അങ്ങനെ ആയാലും എനിക്ക് രക്ഷപ്പെട്ടു. ഇതിപ്പോൾ ആദ്യത്തെ 2-3 നാൾ പറഞ്ഞ് കേട്ടിട്ട് പഠിച്ച ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ. അത്രയും ബുദ്ധിയില്ല നമുക്ക്. പക്ഷേ
ഒരാളല്ലേ ഈ പ്രസംഗിക്കുന്ന സമയത്തിലെല്ലാം പ്രസംഗിക്കുന്നത് ഒന്നും നോക്കൂല, എന്നിട്ട് ഇങ്ങ് വരും, എന്നിട്ട് 4 പ്രസംഗം കേൾക്കൂലും, എന്നിട്ട് ഇവൻ്റെ പ്രസംഗം ആദ്യത്തെ തല, മറ്റവൻ്റെ ഉടല്, മറ്റവൻ്റെ വാല്, ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു സൂപ്പർ പ്രസംഗം ഇവനാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര ശ്രദ്ധ മതി നോക്കി. അപ്പനെ കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ പ്രസംഗത്തിന് വേറെ ആൾക്ക് തല ഉണ്ടാക്കാൻ പറ്റും. അപ്പം എപ്പോഴും മറ്റവരുടെ പ്രസംഗത്തിൽ നിന്ന് തലയും പാലും എടുക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് തലയും പാലും എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രസംഗിക്കോട്ട. എന്തായാലും ഇപ്പോൾ തർത്തീബൊന്നും ഇതിൻ്റെ ഷാഫിഈ മൊത്തം ദീനിൻ്റെ ഭാഗമായിട്ട് വന്നതിൽ ഒരു ഭാഗമാകുന്ന ഈ ഫിഖിൻ്റെ തർത്തീബ്. ഈ ഫിഖിൻ്റെ തർത്തീബിൽ എന്താണ് നമ്മൾ പറയുന്നത്? മുആമലാത്ത്. നിർത്തണം, ചൂണപ്പോയിക്കോട്ടല്ലേ? ഇല്ല, അങ്ങനെ മടിയായി ശരിയാണ്. 2 മണിക്കൂർ പറ്റൂല എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തും. പക്ഷെ ജിഹാദ് വന്നിട്ടില്ല അല്ലേ? ഇപ്പം ഇല്ല വന്ന അത് ഇമാമിൻ്റെ ബാധ്യതയാണ്. അപ്പം ഏതായാലും ഖദാവും ഇമാമത്തെല്ലാം ജിനായത്തിൻ്റെ ഉണ്ടല്ലേ. അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക ദൈവത്തിന് സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറയുന്നത് ദീനിൻ്റെ പേരിലുള്ള ഒരു തരം ജിനായത്ത് തന്നെയാണ്. അപ്പം അതിന് തടസ്സം നിൽക്കുമ്പോഴുള്ള കഥ അവിടെ പറയുന്നുണ്ട്. നമ്മുടെ കണ്ടതല്ല കേട്ടോ അങ്ങനെ. അല്ല അങ്ങനെ എല്ലാം കൂടെ പറയാൻ ഹിത്താൻ എന്നല്ല, അതിൻ്റെ ചില ജിനായാത്തുകൾ ആളുകൾ കുറ്റകൃത്യമാണെന്ന് വിചാരിക്കും, പക്ഷെ അത് കുറ്റകൃത്യമല്ല. സംഗതി ഹിത്താൻ എന്നെല്ലാം പറഞ്ഞാൽ ചോദിച്ചു വെച്ചിട്ട് പോകുന്നില്ല. ഹിത്താൻ ചെയ്യാന്ന് മറ്റവൻ്റെ ഇത് ഛേദിക്കില്ല. സംഗതി അതൊരു ജിനായാത്തുൻ അലൻ നഫ്സല്ലേ. പക്ഷെ ചില ജിനായാത്തുൻ അലൻ നഫ്സ് സുന്നത്തും വാജിബല്ലാവും. അതിൽപ്പെട്ട വാജിബായ ജിനായാത്തുൻ അലൻ നഫ്സാണ്. ഇനി മാറിയിട്ടില്ല. ഇല്ല. അപ്പൊ സംഗതിയിൽ മുആമലാത്ത് എന്ന് പറഞ്ഞത് ഇവന്റെ പള്ളയുടെ ശഹവത്ത് തീർക്കാനുള്ള മാർഗമാണ്. ഗൈറിൽ നിന്നും നമ്മളിലേക്ക് ധനം വരാനുള്ള ഒരു മാർഗം. ഇതാണ് സത്യത്തിൽ ഇതിൽ ചർച്ച. അത് നമ്മൾ സൂക്ഷിക്കണം. എന്തെന്ന്? മറ്റുള്ളവരിൽ നിന്നും നമ്മളുടെ പള്ളപ്രശ്നം തീർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇത് പഠിക്കുന്നതിനോ അത് ശറഅ് പറഞ്ഞ പോലെ ആവണം. അതിന് എന്തെല്ലാം മാർഗങ്ങൾ ശറഅ് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പം ധനസമ്പാദന മാർഗങ്ങളും അതിൻ്റെ ഹുക്മുകളുമാണ് സത്യത്തിൽ എന്തെന്ന് പറയുന്നത്? മുആമലാത്ത്. അത് പരിശുദ്ധമായിരിക്കണം എന്നതാണ്. ഇതിൻ്റെ എല്ലാം ഉള്ളിലുള്ള സുതാര്യവും പരിശുദ്ധമായിരിക്കണം എന്നതാണ് ഈ മുആമലാത്തിലെ എല്ലാ ഇടപാടുകളെയും ഉൾക്കൊണ്ടിരിക്കുന്ന സത്ത. അതിനെക്കുറിച്ച് നമ്മൾ സത്യത്തിൽ ചിലപ്പോൾ ഇബാദാത്തുകൾ ശ്രദ്ധിക്കുന്നവരും സാമ്പത്തിക വിഷയത്തിൽ അതെങ്ങനെല്ലാം വരുന്നത് എന്നുള്ള ശ്രദ്ധ ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഗൗരവം എന്നറിയിക്കാൻ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നത്. ഒരു ഹദീസ് പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസൂലു ഖദമൽ അബ്ദ്. ഒരടിമയുടെ 2 കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയില്ല അന്ത്യനാളിൽ. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ. ഹത്താ യുസ്അല അൻ അർബഇൻ. 4 കാര്യങ്ങളെക്കുറിച്ച് എന്താക്കപ്പെടാതെ, ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും നേർക്കുനേരെയുള്ള ഉത്തരവും കൊടുക്കണം. ചോദ്യം മാത്രം ചോദിച്ചിട്ടങ്ങ് പോകുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ലാ യസൂ, എന്താ ഇതിൻ്റെ വചനം പറഞ്ഞ? ലാ തസൂലു ഖദമൽ അബ്ദ്. ഖദമാനി അൽ അബ്ദാൻ. ഖദമൽ അബ്ദി ഹത്താ യുസ്അല അൻ അർബഇൻ. അതിൽ ഒരു കാര്യം അൻ അർബഇ ഖിസ്വാലിൻ തന്നെ ഉണ്ട്. അൻ ജസദിഹി. എന്തിനെക്കുറിച്ച് ചോദ്യമുണ്ടാവും? സ്വന്തം ശരീരത്തെക്കുറിച്ച് ചോദ്യം. ഫീമ അബ്ലാഹു. ഏത് വിഷയത്തിലാണ് നമ്മുടെ ശരീരത്തെ അധ്വാനിപ്പിച്ചത് എന്നുള്ള ചോദ്യം. നമ്മൾ ജസദിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടാവും. നമുക്ക് ജസദിന് ക്ഷീണം കിട്ടുന്ന ഒരുപാട് പണിയെടുത്തിട്ടില്ലേ നമ്മൾ? കാരണം നോമ്പെല്ലാം അതിൽപ്പെട്ട തന്നെ. ഏതെല്ലാം വിഷയത്തിലാണ് എൻ്റെ ശരീരത്തിന് പണിയെടുപ്പിച്ചത് എന്നുള്ള ചോദ്യം.
അപ്പൊ അള്ള പൊരുത്തപ്പെട്ടില്ലേ ശരീരം ക്ഷീണിച്ചിട്ടുള്ളൂ എന്ന് മറുപടി പറയാൻ കഴിയണം. ഒന്ന്. രണ്ടാമത്തത് എന്തിനെ കുറിച്ച് ചോദ്യം? തൻ്റെ സമയത്തെക്കുറിച്ച്. ആയുസ്സിന് നാം സമയം എന്നല്ലേ, സമയത്തെക്കുറിച്ച് ചോദ്യം. ഫീമ അഫ്നാഹു, ആ സമയത്ത് അവൻ എന്തിനാണ് ചെലവഴിച്ചത്, നശിപ്പിച്ചത് എന്ന ചോദ്യം. 3. വഅൻ മാലിഹി, തൻ്റെ ധനത്തെക്കുറിച്ച് ചോദ്യം. തൻ്റെ കയ്യിൽ ഇപ്പോൾ ഉടമാവകാശത്തിലുള്ള ധനത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകും. മിൻ ഐനക്തസബ്, ഇപ്പോൾ തന്നെ അന്ത്യനാളിലെ ചോദിക്കുന്ന. അപ്പോൾ ഓൻ്റെ മിൽക്കിൽ വന്ന സമ്പത്തിനെ കുറിച്ചെല്ലാം ചോദ്യം ഉണ്ടാവും. എന്താ ചോദ്യം? മിൻ ഐനക്തസബഹു വഫീമ അൻഫഖഹു. അതായത് മിൻ ഐനക്തസബഹു, ഏതു വഴിക്കാണ് ഉണ്ടാക്കിയത്, സമ്പാദിച്ചത് എന്നും ചോദ്യം. അത് മാത്രം പോരാ, വഫീമ അൻഫഖഹു, എന്തിനാണ് ഉണ്ടാക്കിയത്. ഇവിടെ മാല് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് പരിപ്പോടെ ഇത് മാലല്ലേ, കാൻറ്റീൻ്റെ ബിസ്ക്കറ്റ് മാലല്ലേ. ഇത് നമ്മൾ തിന്നാൽ നമ്മളത് എന്നുള്ള കാണല്ലേ ഇപ്പം നമ്മൾ തിന്നുന്നേ. അപ്പം മിൻ ഐനക്തസബഹു എന്ന ഏതു മാർഗത്തിലാണ് അതിന് ഇക്തിസാബ് ചെയ്തത്. അപ്പം ഇക്തിസാബ് ചെയ്യാൻ ശറഅ് കുറേ മാർഗങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാർഗങ്ങളാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം മിൻ ഐനക്തസബഹു. പിന്നെ അവിടെ തന്നെ ഒരു ചോദ്യം ധനത്തെക്കുറിച്ച് എന്താ? അതുകൊണ്ട് തന്നെ മുആമലാത്തിന്റെ ബാബിൽ ഹറാമിൽ ചെലവഴിക്കും. ബൈക്ക് നടത്തുന്നിടത്ത് നമ്മളെ കയ്യിലുള്ള ഒരു സാധനം ഒരാൾക്ക് വിൽക്കുന്നു, അങ്ങ് വിൽക്കുമ്പം അയാളത് ഹറാമിൽ ഉപയോഗിക്കുന്നത് ഉറപ്പുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റുമോ? എന്താ? ഫീമ അൻഫഖഹു എന്നും ചോദ്യമുണ്ട്. എന്തിനാണ് നീ എന്താക്കിയത്, ധനം ചെലവഴിച്ചത് എന്നും ചോദ്യം. ഈ ചോദ്യത്തിന്റെ മറുപടി പറയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നൊരു മുആമലാത്ത് പഠിക്കണം. അതാണ് وعن عمره وعن ماله من أين اكتسبه وفيما أنفقه. മൂന്നാമത്തത്, നമ്മൾ പഠിക്കുക എന്നുള്ള പണിയല്ലേ പീരലിൽ എടുക്കുന്നത്. പഠിച്ചതിനെ കൊണ്ട് മതിയോ? മാമലാത്ത് ഫുള്ള് പഠിച്ച് എന്തിനാ പഠിച്ചത്? ധനസമ്പാദനത്തിൽ ഏതെല്ലാം മാർഗങ്ങളുണ്ട് അനുവദനീയമായത്, ഏതെല്ലാം മാർഗത്തിലാണ് ചെലവഴിക്കുക മൂപ്പർ പഠിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുവാൻ. പിന്നെ അടുത്ത ചോദ്യം ഓൻ മനസ്സിലാക്കി ഇൽമിനെ കുറിച്ചും ഓനോട് എന്താക്കപ്പെടും, ചോദ്യം ചെയ്യപ്പെടും. എന്താണ് ചോദ്യം? കൈഫ അമില ഫീഹി, ഇൽമും അമലുമായിട്ട് എന്താ ബന്ധവും? നിന്റെ ഇൽമും നിന്റെ അമലും തമ്മിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം. ഈ 4 കാര്യം ഇതിലെല്ലാ ഭാഗവും ആവും. ഇതിപ്പം ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അശദ്ദുന്നാസി അദാബൻ. ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഈ പറയുന്ന ഹദീസാണ്. ആദ്യത്തെ അശദ്ദുന്നാസി അദാബൻ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അദാബിന് വിധേയമാകുന്നവർ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ആലിമുൻ ലം യൻഫഉഹു ഇൽമുഹു, ഇൽമുണ്ടായിട്ട് ഇൽമു ഉപകരിക്കാത്ത ആള്. ഇൽമുണ്ടായിട്ട് പേടി അല്ലേ? യഥാർത്ഥ ഇൽമു എന്ന് പറഞ്ഞാൽ മാ യൂരിസു ഖശിയത്തൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ എന്തുണ്ടാക്കുന്ന പേടി ഉണ്ടാക്കി തീർക്കുന്ന ഇൽമാണ് യഥാർത്ഥ ഇൽമ്. നമുക്ക് പഠിച്ചിട്ട് ധൈര്യം കിട്ടുന്നത്. കാരണം ഇങ്ങനെ അങ്ങനെയുള്ള കുറേ കീല പഠിച്ച് പിന്നെ അങ്ങനെ ഉണ്ടാവും. മറ്റൊരിക്ക് പഠിച്ചതിൽ നിന്ന് തന്നെ അങ്ങനെ ഇങ്ങനെയുള്ള ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോലെ ഉള്ളതുണ്ടാവും. അങ്ങനെ നമ്മളീ പണിക്കുള്ളൂ. നമുക്കതല്ല, നമുക്ക് എന്താ ആകും ഉണ്ടാവും, ഏടെങ്കിലും ഒന്നും ഇല്ലാണ്ടിരിക്കില്ല. അങ്ങനല്ല. അപ്പം മായൂരിതു ഖശിയത്തൻ ഫിൽ ഖൽബി. ധനം വരുന്ന വഴി ഒന്നേരം ശ്രദ്ധിക്കണം, ചെലവഴിക്കുന്ന മാർഗവും ശ്രദ്ധിക്കണം. ഇവിടെ സാധാരണ ഇപ്പം ഇബാദത്തിൽ നിസ്കാരത്തിന് ഭംഗം വന്നാൽ നിസ്കാരം ശരിയല്ല, അതിനോട് വേറൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ധനസമ്പാദനത്തിൽ നേർക്ക് നേരെയുള്ള വഴി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ധനസമ്പാദനത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഓൻ്റെ കർമ്മങ്ങൾ എന്താകുന്നു വിഫലമായി പോകും.
സാമ്പത്തിക ശുദ്ധി ഇല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളും എന്തായി പോകും? വിഫലമായി പോകും. പ്രാർത്ഥനകൾ തള്ളപ്പെടും. ഇതും എന്തിനാൽ ഉണ്ടായിത്തീരുന്നു? സാമ്പത്തിക ശുദ്ധി ഇല്ലെങ്കിൽ ഉണ്ടായിത്തീരുന്നു. അതാണ് ഒരു ബൈത്തുണ്ട് നമ്മളുടെ സുബദ് എന്ന് പറഞ്ഞൊരു കിതാബില്ലേ ഉണ്ട്. ആരുടേത്? ഇബ്നു റസ്ലാൻ തങ്ങളുടെ ഫിഖ്ഹിന്റെ ക്രമം അനുസരിച്ചുള്ള ഭാവമാണ്. അവസാനം കുറച്ച് എന്തുണ്ട്? തസവുഫുണ്ട്. ആദ്യം കുറച്ച് അഖീദയുണ്ട്. അതാണ് ദീനിന്റെ ഭാഗം. അതില് ആയിരത്തിലധികം ബൈത്തുണ്ട്. ഇബ്നു റസ്ലാൻ ബഹുമാനപ്പെട്ടവർ ഈ ബൈത്ത് ഉണ്ടാക്കിയിട്ട് അതെവിടെ കൊണ്ടുപോയി താത്തി? കടലിൽ കൊണ്ടുപോയി താത്തി. എന്നിട്ട് പറഞ്ഞത് ഇൻകാന ഹാദാ ഖാലിസുൻ ലില്ലാഹ്, ഇത് അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രന്ഥമാണെങ്കിൽ ഫഅഖ്രിജുഹു അലാ വജ്ഹിൽ മാ, ഇതെടുത്തേക്ക് കൊണ്ടുവരണം, വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരണം. വയില്ല, അങ്ങനെ അല്ലെങ്കിൽ ഫഅദ്ഹിബുഹു, ഇതെന്താക്കണം? പോണം. പിന്നെ ഒരാൾക്കും കിട്ടരുത്. അതാ മറ്റേ അർജുൻ്റെ വണ്ടി പോലെ പോകും. നിങ്ങൾക്ക് കിട്ടാണ്ടായി പോണെന്നാ പറഞ്ഞേ. എന്നിട്ട് എന്താ പിന്നെ സംഭവിച്ചേ? ഇതവിടെ ഭൂമിയുടെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് അത് പൊന്തി വന്നു. അന്നേരം ഈ ഗ്രന്ഥത്തെ ഈ കുറിച്ചുള്ള ഈ വിവരം പരക്കുമ്പോൾ എന്താ മനസ്സിലാകുക? ഇത് അള്ളാഹുവിന് വേണ്ടി എഴുതിയ ഒരു കിതാബാണ്. അപ്പം അങ്ങനെ എഴുതപ്പെടുമ്പോൾ ആളുകൾ അതിന് സേവനം ചെയ്യും. നേരത്തെ ഇമാം നവവി തങ്ങളുടെ കിതാബിന് സേവനം ചെയ്യാൻ ഇബ്നു ഹജർ തങ്ങൾ വിചാരിച്ച ഓറ് മുത്തബറക്ക് ബിയായ ആളാണ്. ഓറ ഈ കിതാബ് മുത്തബറക്ക് ബിയാണ്. അപ്പം എന്തിനാണ് സ്വാലിഹീങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാക്കുക? അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തന്നെ മിൻഹാജിൻ്റെ ആരംഭത്തിൽ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു റിദ്വാനഹു അന്നി വഅൻ അഹിബ്ബായി, എന്നെയും നീ തൃപ്തിപ്പെടണം, എൻ്റെ ഇഷ്ടക്കാരെയും നീ തൃപ്തിപ്പെടണം. ആര് പറയുന്നത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു കേൾക്കാൻ മിൻഹാജിൽ അഹിബ്ബ, ഹബീബിൻ്റെ ബഹുവചനല്ലേ ഇപ്പം അഹിബ്ബ. ഹബീബ് ഫഈൽ വസ്ന. ഇപ്പം രണ്ടു സാധ്യതയുണ്ട്. ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന നിലക്ക് എൻ്റെ ഇഷ്ടത്തിന് അയാൾ പാത്രമായി. അപ്പോൾ അയാൾ മഹബൂബ് എന്ന അർത്ഥത്തിന് ആരാണ്? ഹബീബാണ്. അയാൾ എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുമ്പോൾ അയാൾ ആരാണ്? ഹബീബാണ്. അപ്പം ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക, അങ്ങോട്ട് ഇഷ്ടപ്പെടുക, ഈ രണ്ടർത്ഥവും എന്തിനു വരാം? ഹബീബിന് വരാം. അതാണ് ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എടുക്കുന്നത് ഐ മൻ ഉഹിബ്ബുഹും വമൻ യുഹിബ്ബുനി. അഹിബ്ബ എന്ന് ആരാ? ഞാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങോട്ട്, വമൻ യുഹിബ്ബുനി, പിന്നെ ആരും? എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഓരെന്താ ദ്വയർക്കുന്നത്? പഠിച്ചവനെ എന്നെ നീ തൃപ്തിപ്പെടണം. പിന്നെ ആരെയും തൃപ്തിപ്പെടണം? വാൻ അഹിബ്ബായി, എൻ്റെ ഇഷ്ടക്കാർ. എൻ്റെ ഇഷ്ടക്കാർ എന്നാരാ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളും. ഇതിൽ ഒരു കഷ്ണം ഉണ്ടല്ലോ, ഞാൻ ഇമാം നവവി തങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക അത് ഏത് കാലത്തെ ഉണ്ടാവും? നവവി ഇമാമിനെ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞവർ ഓരോ കാലത്തും ഉണ്ടാവാം. ശേഷം ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞത് ഈ രണ്ടു വാചകവും പറഞ്ഞതിന് ശേഷം രണ്ടിലേക്കും അടങ്ങുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു വഇല്ലം യഅ്തു ബഅദു, അവരിന്നുവരെ, അവർ എന്നാൽ ആര്? മന്നുഹിബ്ബുഹും വമൻ യുഹിബ്ബുനി, ഇവർ ഇന്നുവരെ വന്നിട്ടില്ലെങ്കിലും ശരി. അപ്പൊ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇത് ദുആ ചെയ്യുന്ന സമയത്ത് വരാത്ത ഹബീബുമാർ, ഹബീബ് പറഞ്ഞാൽ ഓറെ ഇഷ്ടപ്പെടുന്നവരും ഓറെ ഇഷ്ടപ്പെടുന്നവരും. അതിലൊരു കഷ്ണം നമുക്ക് തിരിയുന്നുണ്ട്. ഓറെ നമ്മളിപ്പോൾ ഇമാം നവവി തങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇത് അന്നത്തെ മല്ലം മിഅ്തു ബഅദു ആകുന്ന നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന മയ്യുഹിബ്ബുനി എന്ന് പറഞ്ഞതാണ്. ഓറ് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഓറ കിതാബ് നോക്കുക, ഓറ ഓർക്കുക, അന്നേരം ഓറെന്താക്കുന്നു? ഇഷ്ടപ്പെടുന്നു. അപ്പം അവരുടെ കിതാബിന് സേവനം ചെയ്യുന്നത് ആരറിയും? അവരറിയും. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ കിതാബ് ഇവരിൽ ഉപയോഗപ്പെടുത്തുന്നതെന്ന് കാണുമ്പോൾ ഓർക്ക് നമ്മളോട് എന്തുണ്ടാവും? ഒരു സ്നേഹം ഉണ്ടാവില്ല. നമ്മളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി ആവശ്യം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാലം അതിങ്ങനെ ഓടി കയറി പോയി, പിന്നെ ആരും അവിടെ കയറുന്നില്ല. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്.
പിന്നെ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ കൊണ്ട് ഏതോ ഒരാൾ അതെല്ലാം കൂടെ ആടുള്ളതിനും കൂടെ വൃത്തിയാക്കി തുടച്ച് പെയിൻ്റെല്ലാം അടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് അയാൾ പരിചയമൊന്നുമില്ല. എന്താ സന്തോഷം? നമ്മൾ എടുത്തു വെച്ചൊരു പണി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു സഹായം ആര് ചെയ്ത്? അവർ ചെയ്ത്. അപ്പം ആ ഒരു സൈ ശേഷം വരുന്നവർ അവരുടെ കിതാബ് ഓതി പഠിക്കുമ്പോഴും ഉണ്ടാവും, അതിന് ശറഹ് എഴുതുമ്പോഴും തഹ്ലീഖ് എഴുതുമ്പോൾ എല്ലാം ഉണ്ടാവും. അന്നലൊക്കെ തന്നെയാണ് ഇമാം നവവി തങ്ങളുടെ കിതാബിനെല്ലാം കൂടുതൽ. മിൻഹാജിനൊന്നും സത്യത്തിൽ ഇത്തിരിയൊന്നും ചെറിയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഒരാൾ ചെറിയ കഴിഞ്ഞാൽ പിന്നെ ആ നിഹായി മൂന്നിൽ ഇപ്പം ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ട്. എന്തിനാ രണ്ടാക്കും കണ്ട ഈ പൂതി? നൈവാമിന്റെ കിതാബിന് സേവനം ചെയ്യാന്നുള്ള പൂതി ഇബ്നു ഹജർക്ക് കിട്ടിയാൽ മാത്രം പോരാലോ. അതുകൊണ്ട് നിങ്ങൾ സുബദ് എന്നുള്ള കിതാബ് എടുത്ത് നോക്ക്, അതിനെത്ര ശറഹുകളാണ്. അവന് പൊരുത്തുള്ള കിതാബിന് കൂടുതൽ ശറഹ് വരും. അതിൽപ്പെട്ട ഒന്നാണ് മത്നുൽ ഹായ എന്നൊരു കിതാബുണ്ടല്ലോ, ഖാദി അബൂ ശുജാഅ് തങ്ങളുടേത്. ഉണ്ട്, ഖാദി വിശ്വസിക്കും. അപ്പം ഖാദി അബൂ ശുജാഅ് തങ്ങൾ 160 വയസ്സ് വരെ ഓർ ജീവിച്ചിട്ടുണ്ട്. ഹുജറത്തു ഷരീഫയിലെ ഹാദിമായിരുന്നു ഓർ. ആ ഹുജറത്തു ഷരീഫയിലെ ഒരു ഭാഗത്താണ് ഓർ എന്താക്കുന്നത്, മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. 160 വയസ്സ് ജീവിച്ചിട്ടും ഒരവയവത്തിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ചോദിച്ച് ഇതെന്താണ് ഇതിൻ്റെ രഹസ്യം? എന്നാണ് പറഞ്ഞാൽ ഞാൻ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും, ആവശ്യമായ എക്സസൈസ് ചെയ്യും, അങ്ങനെ ഒന്നല്ല. എന്താ പറഞ്ഞ ആ അവയവങ്ങളെല്ലാം ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ അവകളുടെ ഹറാമുകൾ വരാതെ ആ കണ്ണും കാതും എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച്. അന്നേരം പിന്നെ വലുതായാലും അതിൻ്റെ സംരക്ഷണം ആരങ്ങേറ്റെടുത്ത്. അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ ഇപ്പം നിലനിൽക്കുന്നത് തന്നെ അള്ളാൻ്റെ മഹത്വം അതിലാണ് നോക്കണ്ടേ. അപ്പം അതവർ പറഞ്ഞ ആ കിതാബിന് എത്രയും ശറഹുള്ളത്. എന്താ കാരണോ? ഒരു പൊരുത്തുള്ള കിതാബാകുമ്പോൾ പൊരുത്തുള്ള ഇമാമ ഇരിക്കൂലേ. അപ്പൊ സുബദ് എന്ന കിതാബിന് ഇഷ്ടം പോലെ ശറഹുണ്ട്. അഹ്മദുർ റംലി തങ്ങൾ ശറഹ് എഴുതിയിട്ടുണ്ട്. അഥവാ നിഹായയുടെ മുസന്നിഫാകുന്ന മുഹമ്മദുർ റംലി തങ്ങളുടെ ഉപ്പയാണ് ആര്? അഹ്മദുർ റംലി. ഓറയിന് ശറഹ് എഴുതി. ആ ശറഹിന്റെ പേരാണ് ഫത്ഹുർ റഹ്മാൻ. അതേ സ്ഥാനത്ത് ആരും ശറഹ് എഴുതിയിട്ടുണ്ട്? മോനും ശറഹ് എഴുതി. ആര്? മുഹമ്മദ് റംലി. അതിന്റെ പേര് ഗായത്തുൽ ബയാൻ. ഇതാരുടെ ശറഹാണ്? മുഹമ്മദ് റംലി തങ്ങൾ. ഇതെന്നാ 30 1000 മോനിക്കും തോന്നി. അങ്ങനെ പണം ഉണ്ടാൻ പറ്റില്ല. അങ്ങനെ സംഗതി ഇത് രണ്ടും നോക്കിയാൽ ഏകദേശം എല്ലാം വിഷയങ്ങളെല്ലാം ഒരേ ശൈലിയല്ല. വിഷയം ഒരേ ശൈലി തന്നെ. ഒരു ബൈക്കിനെ വിശദീകരിക്കുമ്പോൾ ഒരേ ശൈലിയിൽ വിവരണം വരുന്ന ഉറപ്പന്നല്ലേ. പക്ഷെ എന്തിനാണ് ഇപ്പം അതെന്ന് ചോദിച്ചാൽ അതിന് അക്കിത്താവിന് സഹി ചെയ്തിട്ടുള്ള കൂലി ഉപ്പാക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ, ആർക്കും കിട്ടണോ? മകനും. അന്നലക്ക് കിതാബിന് സേവനം ചെയ്യും. ആ ബൈത്തിൽപ്പെട്ട ഒരു ബൈത്താണ് എന്തെടുത്താൻ പോയെന്ന് ഓർമ്മണ്ട. ഇബാദാത്തുകളിൽ വരുന്ന കുഴപ്പങ്ങൾ അതിൽ പരിമിതമാകുമെന്ന മുആമൽ, ധനസമ്പാദനത്തിൽ വരുന്ന കുഴപ്പങ്ങൾ അതിൽ പരിമിതാവൂല. അത് അവൻ്റെ മറ്റു കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ വരാനും പ്രാർത്ഥനകൾ തള്ളപ്പെടുന്ന അവസ്ഥ വരാനും അത് നിമിത്തമാകും. അതിന് തെളിവാണത്. ഹറാമ് ഭക്ഷിക്കുന്നതാണെന്ന് എന്താ? ധനസമ്പാദനത്തിന് ശറഅ് പറഞ്ഞ മാർഗം അവലംബിക്കാതെ അത് മറികടന്നുകൊണ്ട് ഓൻ സമ്പാദിച്ചു. അങ്ങനെ ഹറാമിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് അവൻ ചെയ്യുന്ന ത്വാഅത്തുകൾ അല്ല അറിയാതെ അതൊരു ബിൽഡിംഗ് പോലെയാണ്. വെള്ളത്തിൻ്റെ മീതെ പണിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് പോലെയാണ്. അതിന് എന്തുണ്ടാവില്ല? നിലനിൽപ്പുണ്ടാവൂല. ഇനി അത് കർമ്മങ്ങൾ വിഫലമാകുന്നു എന്നുള്ളതിന് തെളിവാണ്. അതിന് പ്രാർത്ഥനകൾ തള്ളപ്പെടുകയും ചെയ്യും എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ വായിക്കും. മനസ്സിലായ ആ ഒരു തർത്തീബ് നിങ്ങൾ നോട്ടിൽ നോക്കുമ്പോൾ ഉണ്ടാവും. എന്നിട്ട് അത് ആ നിലക്ക് തന്നെ നോട്ടാക്കും കേട്ടാ. നമ്മൾ ചെലവഴിച്ച സമയം അത്രയും ഉന്നതമായ പ്രതിഫലങ്ങൾ കിട്ടാമലായ റബ്ബ് നമ്മുടെ തന്നെ സ്വീകരിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.
ഈ സമയത്തെ വിടൂ. അങ്ങനെ താല്പര്യമുള്ളവർ